ഏതെങ്കിലും ഒരു ടൂത്തിന് പല്ലിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ കേടുവരികയോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ നെർവിലേക്ക് നമ്മുടെ ഞരമ്പിലേക്ക് കയറി പിടിക്കും, നമ്മുടെ രക്തക്കുഴലിലേക്കും കയറി പിടിക്കും, ബ്ലഡ് വെസൽസിലേക്കും പിടിക്കും. ഇതൊക്കെ ഡയറക്റ്റ് കണക്ഷൻ ചെയ്യുന്നതായിരിക്കും ബ്രെയിൻ സ്പൈൻ ബോർഡിലേക്കും ഹാർട്ടിലേക്കും. പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസ് ഇൻസേർട്ട് ചെയ്തിട്ടാണ് അവർ എക്സ്പെയിൽ പുറത്തേക്ക് വിടുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ടൂത്ത് യൂസ് ചെയ്യരുത്, ടൂത്തിന് പകരം ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹായ് ഓൾ, പേജസ് ആൻഡ് പോഡ്കാസ്റ്റ് വിത്ത് എൻഎസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ മറ്റ് ശരീരഭാഗങ്ങൾ പോലെ തന്നെ വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ പല്ല് എന്ന് പറയുന്നത്. നമ്മളെ പല്ലിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. പ്രോപ്പറായിട്ട് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കാൻ വരെ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് നമ്മുടെ പല്ല് എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഐ ഹോപ്പ് യു ലേൺ സംതിങ് ന്യൂ ഫ്രം ദിസ് വീഡിയോ. ആൻഡ് ഇന്നത്തെ ഒരു വീഡിയോ സ്പോൺസർ ചെയ്ത JC അക്കാഡമിക്ക് ഒരുപാട് നന്ദി. JC അക്കാഡമി എന്ന് പറയുന്നത് +1 +2 സയൻസ്, കൊമേഴ്സ്, നീറ്റ് JEE എൻട്രൻസ്, CA CMA കോച്ചിങ് ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് JC അക്കാഡമി എന്ന് പറയുന്നത്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹലോ എൽദോസ് സാർ. ഹലോ നിഷൽ സാർ. TNS പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ എങ്ങനെയുണ്ട് ഒരു പോഡ്കാസ്റ്റിംഗ് എക്സ്പീരിയൻസ്? സാർ ഫസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് അല്ലേ ഒരു പോഡ്കാസ്റ്റിംഗ് സെറ്റപ്പിലേക്ക് വരുന്നത്? ഫസ്റ്റ് ടൈം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും സിമ്പിളും ഇത്രയും ഹമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഓൾറെഡി എനിക്ക് കുറച്ച് മുമ്പേ അറിയുന്ന ഒരാളാണ്, പക്ഷേ ഇത്രയും എന്താണ് ഡൗൺ ടു എർത്ത് എന്നൊക്കെ പറയില്ല, നമ്മൾ വായിൽ കയറിയിട്ടൊക്കെ അടിക്കില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാണ് ഡോക്ടർ എൽദോസ് സാർ എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം ഒരു ഡെന്റിസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് കോമൺലി ആ ഒരു ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംശയങ്ങളോ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നമ്മൾ എന്താക്കാൻ പോകുന്നത്, സാറോട് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആക്ച്വലി സാറ് ഈ ഒരു ഡെന്റിസ്റ്റ് എന്ന ഈ കരിയർ സാർ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്താണോ അതോ അതിലേക്ക് എത്തിപ്പെട്ടതാണോ? എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്താണെന്ന് പറയുന്നതിനൊക്കെ കൂടുതൽ കഷ്ടപ്പെട്ട് ചൂസ് ചെയ്താന്ന്. കഷ്ടപ്പെട്ടതാണ്. അതെങ്ങനെ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് താല്പര്യം ഫിസിക്സ് എടുക്കാനായിരുന്നു. ഓക്കെ, ഫിസിക്സ് എടുത്ത് BSc MSc എടുത്ത് പോകാനായിരുന്നു താല്പര്യം. അപ്പോൾ വീട്ടിലത് ആർക്കും അത്ര ഇഷ്ടമുണ്ടായിരുന്ന കേസല്ല. കൂടുതലും എൻ്റെ അമ്മയ്ക്കായിരുന്നു അതിനെപ്പറ്റി താല്പര്യം ഇല്ലാണ്ടിരുന്നത്, ഫിസിക്സിനോട് താല്പര്യം ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ അത് 8-9 വർഷം എടുത്താലേ പഠിച്ച് തീരുള്ളൂ എന്നുള്ളൊരു കൺസെപ്ഷൻ ആയിരുന്നു. അപ്പോൾ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ശരിക്കും ഞാൻ നീറ്റിന് വേണ്ടി, അതായത് നമ്മുടെ എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്ത ടൈമിൽ MBBS തന്നെയാണല്ലോ എല്ലാ കുട്ടികളും നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഉദ്ദേശം. അപ്പം ഞാൻ MBBSന് തന്നെ പ്രിപ്പയർ ചെയ്തു. പക്ഷേ റാങ്ക് കുറവായിരുന്നു. പിന്നെ നമ്മുടെ പ്രൈവറ്റ് കോളേജിൽ പഠിക്കാനുള്ള ഫീസൊന്നും നമ്മുടെ ഫാമിലി വൈസ് നോക്കി കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് BDC കിട്ടിയപ്പോൾ BDC ഞാൻ മാർബിസി ഡെന്റൽ കോളേജ് കോതമംഗലം അവിടെയാണ് പഠിച്ചിറങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ 1 വർഷം ഹോസ്പിറ്റലിൽ. ഞാൻ അവിടെ തന്നെ മാർബിസി ഡെന്റൽ കോളേജിൽ തന്നെ ഞാനിപ്പോൾ അവിടെ സ്റ്റാഫായിട്ട്. ഓക്കെ, ഇപ്പോൾ എനിക്ക് സാറിനെ പേഴ്സണലി ഓൾറെഡി അറിയുന്നതാണ്. നമ്മളെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഓൾറെഡി ടീച്ചറായിട്ട് വരുന്നുണ്ട്. അവിടുത്തെ ബയോളജീൻ്റെ ഒരു ഫാക്കൽറ്റി കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ സാർ, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കാനുള്ളത്, നമ്മളെ ഈ ഒരു ഡെന്റൽ ഹെൽത്തിൽ കോമൺലി നമുക്കുള്ള കുറച്ചൊരു മിത്തുകളുണ്ട്, കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് കോമൺലി വരുന്നത്. കുറച്ച് തെറ്റിദ്ധാരണകൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു പറ്റുമോ? ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ താഴെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കൊച്ചുണ്ടായതിന് ശേഷം ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും കുട്ടിയുടെ വായിൽ ആദ്യത്തെ പല്ലൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ആ പല്ലുകൾ വന്നതിന് ശേഷം നമ്മൾ കുട്ടികളെ സാധാരണ രീതിയിൽ ബ്രഷ് ചെയ്യിപ്പിക്കാറില്ല. അവരുടെ പാൽപ്പല്ലാണ്, ബലമില്ലാത്തതാണ് എന്ന് വിചാരിച്ച് നമ്മൾ ബ്രഷ് ചെയ്യിപ്പിക്കാറില്ല. പല പേരൻസും അത് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ കിഡ്സ് ആയിരിക്കുന്ന ടൈമിൽ തന്നെയാണ് ബ്രഷിങ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 6 മാസം കഴിഞ്ഞിട്ട് പാൽപ്പല്ല് തുടങ്ങുന്നത് മുതൽ നമ്മൾ പയ്യെ ബ്രഷ് ചെയ്ത് തുടങ്ങണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഷുഗർ കണ്ടന്റ് ഉള്ള ഡയറ്റ് കഴിക്കുന്നത്. കാരണം മിൽക്കാണ് അവരുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്, എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ ടൈമിലും മിക്ക ടൈമിലും അവർ ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള മിൽക്ക് കഴിക്കുന്നവരാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശരിക്കും ബ്രഷ് ചെയ്യേണ്ടത് അവിടെ നിന്ന് തുടങ്ങണം. ശരിക്കും കോമൺലി ഇപ്പോൾ ആ സമയങ്ങളിൽ അവരാരും യൂസ് ചെയ്യലില്ല. ഇല്ലില്ല, അങ്ങനെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് മിക്ക പേരൻസ് അത് ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ ചെയ്യുന്ന ചെറിയ ബ്രഷസ് ഒക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇപ്പം എല്ലാവരും പോകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു മിത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ടൂത്ത് ബ്രഷ് നമ്മുടെയാണ്, അഡൽസിൻ്റെ ആണ് കേട്ടോ. ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ നല്ല ബലത്തിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെളി പോകും, വെളുക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ, വലിയൊരു തെറ്റിദ്ധാരണ. അത് എല്ലാ മജോറിറ്റി ഓഫ് പീപ്പിൾസിൽ അത് കാണാൻ പറ്റും. ശരിക്കും ബലത്തിൽ നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ല് വെളുക്കില്ല, പല്ല് മഞ്ഞച്ചു പോകും. അതായത് യെല്ലോയിഷ് കളർ ആവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇനാമൽ ലെയറാണ് പല്ലിന് വൈറ്റ് കണ്ടന്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വൈറ്റ് കളർ കൊടുക്കുന്നത്.
അതിൻ്റെ ഉള്ളിൽ ഡെന്റിൻ എന്ന് പറഞ്ഞ ലെയർ ഉണ്ട്, അതിൻ്റെ കളർ ശരിക്കും യെല്ലോയിഷ്. അപ്പോൾ ഈ വൈറ്റ് ലെയർ അങ്ങ് ഇനാമൽ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന യെല്ലോയിഷ് ലെയറെ കാണുള്ളൂ. അതെ, പല്ലിന് പയ്യെ സെൻസിറ്റിവിറ്റി ഒക്കെ വന്ന് തോന്നും. ഹാർഡ് സബ്സ്റ്റൻസ് ദ ബോഡിയാണ്. പക്ഷെ നമ്മൾ ബ്രഷിങ് കണ്ടിന്യൂസ് ആണ്. നമ്മൾ ചെറുപ്പം മുതലേ ഇത്രയും വർഷക്കാലം തേച്ചുകൊണ്ട് വരികയല്ലേ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ അത്രയും ഹാർഡായിട്ട് ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഇനാമൽ ചെറിയ തീരുമാനം വരും. അങ്ങനെ അത് തേഞ്ഞു പോയി ശരിക്കും യെല്ലോയിഷ്, മൈൽഡ് യെല്ലോയിഷ് ആണ് നമ്മുടെ കളർ. പെർഫെക്റ്റ് വൈറ്റ് ആയി കഴിഞ്ഞാൽ അതിന് അർത്ഥം നമ്മുടെ പല്ല എന്തെങ്കിലും അല്ല ഫ്ലൂറോസിസ് പോലത്തെ അസുഖങ്ങൾ എന്തെങ്കിലും ഒക്കെ മൈൽഡ് യെല്ലോയിഷ് ആണ് എല്ലാവരും. ഞാൻ വേറെ ഡൗട്ട് എന്ന് വെച്ചാൽ ഇപ്പം ഈ MBBS എടുത്താൽ നമുക്ക് അതിൽ കുറച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ പൾമനോളജി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് പോകാം. അതുപോലെ തന്നെ ഈ ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ ഉണ്ടോ? ഉണ്ട്. അതിപ്പം നമ്മൾ MBBS വെച്ച് BDS കമ്പയർ ചെയ്യുമ്പോൾ MBBS 5.5 വർഷം കൊണ്ട് ഒരു ഹ്യൂമൻ ബോഡി ഫുള്ള് പഠിക്കുക. ഹെഡ് മുതൽ ലെഗ് വരെയുള്ള ഫുൾ കണ്ടൻസ് ആണ് പഠിക്കുന്നത്. ഈ BDS പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഈ 5.5 വർഷം കൊണ്ട് അവർ പഠിക്കുന്നത് ജസ്റ്റ് ഹെഡ് ആൻഡ് നെക്ക് മാത്രമേ പഠിക്കുന്നുള്ളൂ. നെക്കും വരുന്നുണ്ട്. ഈ ഒരു ഏരിയ മാത്രമേ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ബ്രെയിൻ അടക്കം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ വരെ MBBSന്റെ അതേ ടോപ്പിക്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫൈനൽ ഇയർ കടന്നു കഴിയുമ്പോൾ ഡെന്റൽ സബ്ജക്ട്സ് ആയിരിക്കും കൂടുതൽ റിലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഏരിയ മുതൽ മാക്സില എന്ന് പറയും, ഈ ഏരിയ മുതൽ മാൻഡിബിൾ നെക്ക് വരെയുള്ള ഏരിയ ആണ് നമ്മൾ അത്രയുണ്ട്. 5 വർഷത്തേക്ക് പഠിക്കാനുണ്ട്. എല്ലാവരും അതും ഒരു തെറ്റിദ്ധാരണ എന്ന് പറയും. എല്ലാവരും ചിന്തിക്കും BDS എന്തിനാ ഈ 32 കൊല്ലം പഠിക്കുന്നതിന് വേണ്ടി ഈ 5.5 വർഷം എന്തിനാ എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ സ്പെഷ്യലൈസേഷൻ നമ്മളിപ്പോൾ ഇത്രയും ഒരു ഏരിയ സെപ്പറേറ്റ് ചെയ്ത് 5.5 വർഷം പഠിച്ചിട്ട് ഈ 5.5 വർഷം പഠിച്ചതിന് ശേഷം ഇതിന് MD ഉണ്ട്. ആ MD 9 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മളിപ്പോൾ MBBSലെ പൾമനോളജി, കാർഡിയോളജിസ്റ്റ് എന്നൊക്കെ പറയണ പോലെ ഇതിലിപ്പോൾ കേട്ടുകേൾവി ഉള്ളത് എൻഡോഡോണ്ടിസ്റ്റ് നമ്മൾ പൊതുവെ കേൾക്കുന്നതായിരിക്കും, പീരിയോഡോണ്ടിസ്റ്റും കേൾക്കുന്നതൊക്കെ ആയിരിക്കും. അതായത് എൻഡോഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോ ട്രീറ്റ്മെന്റ്, അതായത് RCT റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന റൂട്ട് കനാൽ സ്പെഷ്യലൈസ് ചെയ്യുക. അതെ, അതിന് ഓർത്തഡോണ്ടിസ്റ്റ് എന്ന് പറയും. കോമൺ ആയിട്ട് നമ്മളെ ഈ BDS കഴിഞ്ഞ ആൾക്കാർ ഡയറക്റ്റ് ക്ലിപ്പ് ഇടുന്ന അതിലേക്കൊന്നും എത്തൂല. ഇല്ല, BDS കഴിഞ്ഞ ആളുകൾക്കും ചെറിയ കോഴ്സസ് ചെയ്ത് ക്ലിപ്പ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഇട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അത് ഏറ്റവും നല്ലൊരു മെത്തേഡ് ഓർത്തോഡോണ്ടിസ്റ്റ് ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ BDS കഴിഞ്ഞ ആൾക്കാർ മെയിൻലി ചെയ്യുന്നത് BDS കഴിഞ്ഞ് മജോറിറ്റി ഓഫ് ആൾക്കാരും PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും. ചിലർ ക്ലിനിക്ക് സ്വന്തമായിട്ട് ഇടും, ചിലർ വേറെ കോഴ്സസിലേക്ക് പോകുന്നവരുണ്ട്. ചിലർ താല്പര്യത്തിനനുസരിച്ച് ചേർന്നതായിരിക്കില്ല അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളവരൊക്കെ. അതെ, പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് ജോയിൻ ചെയ്താൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ശരിക്കും 9 ഡിപ്പാർട്ട്മെന്റ് ആണ് ഉള്ളത്. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോഡോണ്ടിസ്റ്റ് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പോലുള്ള രീതിക്കുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. പെരിഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണസംബന്ധമായ ജിഞ്ചൈവ സംബന്ധമായ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുന്നവരാണ്. പ്രോസ്റ്റഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മിസ്സായ ടൂത്ത് റീപ്ലേസ് ചെയ്യുക, ഇംപ്ലാന്റ് ചെയ്യുക, അങ്ങനത്തെ. അപ്പോൾ ശരിക്കും ഇപ്പോൾ എക്സാമ്പിൾ എനിക്കിപ്പോൾ ക്ലിപ്പ് ഇടാൻ പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആൾക്കാർക്ക് പോകുന്നതിന് പകരം അതിൽ സ്പെഷ്യലൈസ് ചെയ്ത പോകുന്നതായിരിക്കും നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടുക. കാരണം നമ്മളിപ്പോൾ ഒരു MBBS ഡോക്ടറെ അടുത്ത് നമ്മൾ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്യൂയിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ നോളജ് നമുക്ക്, അല്ലെങ്കിൽ കൂടുതൽ നല്ലൊരു ട്രീറ്റ്മെന്റ് നമുക്ക് കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് കിട്ടും. ഞാൻ ആദ്യമായിട്ട്, കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ ഒന്നും ഞാൻ BDS നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. കോമൺലി എനിക്കൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇതില് ഞാനിപ്പോൾ പണ്ട് ക്ലിപ്പ് ഇട്ട ഒരാളാണ്. അപ്പം ഞാനത് എന്താണ് ക്ലിപ്പ് ഇതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുണ്ട് അങ്ങനൊന്നും നോക്കിയില്ല. ഒരു ക്ലിനിക്ക് ഉണ്ട്, അവിടെ കയറി പോയി ക്ലിപ്പ് ഇട്ടതാണ്. അപ്പം അതിൽ ഇങ്ങനെയും കുറച്ച് കാര്യങ്ങൾ. ഈ ക്ലിനിക്കുകളിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ചീഫ് ഡോക്ടർ ഉണ്ടാവും, ചീഫ് സർജൻ ഉണ്ടാവും. BDS കഴിഞ്ഞതായിരിക്കും, ചില MDS ഉള്ളതായിരിക്കും. ഇവർക്ക് ഓരോ സ്പെഷ്യലിസ്റ്റുകളുണ്ടാവും. ഇവരുടെ അണ്ടറിൽ ഇവരുടെ ഈ ഒരു ക്ലിനിക്കിൽ ഇവർ കുറേ സ്പെഷ്യലിസ്റ്റുകൾ കൺസൾട്ടൻ്റ് ആയിട്ട് വിളിക്കുന്നുണ്ടാവും. അത് ഇപ്പോൾ ഒരു വീക്കിൽ ഒരു ടൈമിലൊക്കെ ആയിരിക്കും വരിക, ഒരു ദിവസമായിരിക്കും വരിക. അപ്പോൾ ആ ടൈമിലിപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് കമ്പി ഇടാൻ വേണ്ടി, പല്ലിൽ കമ്പി ഇടാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അവർ അപ്പോയിൻമെൻറ്റ് തരും. അതായത് ചിലപ്പോൾ ശനിയാഴ്ച ആ ഡോക്ടറിൻ്റെ ഡേറ്റിലേക്ക് നമുക്ക്, അത് ഓർത്തഡോണ്ടിസ്റ്റ് വരുന്ന ഡേറ്റിലേക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ് തരും. അപ്പോൾ നമ്മൾ ആ ദിവസം വേറൊരു ഡോക്ടർ അങ്ങനെ. ഓക്കെ. അപ്പോൾ സാർ ഇപ്പോൾ ഈ ഒരു ഡെന്റിസ്റ്റ് ആണ് കരിയർ ചൂസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പല്ല് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഏറ്റവും എക്സ്ട്രീം ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഡിസീസ് എന്താ? എക്സ്ട്രീമായിട്ട് വരാനെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവരെയും അടുത്തൊരു തെറ്റിദ്ധാരണ, പല്ലിന് വേദന വരിക, പല്ലിന് കേട് വരിക, ഇത് വലിയ കാര്യമുള്ള കാര്യമല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചിന്തിക്കുക. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളൂ, ആ ഒരു കൺസെപ്റ്റ് ഉള്ളൂ. പക്ഷേ മിക്ക ഔട്ട്സൈഡ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അവർ ഡെന്റൽ ഫീൽഡിനാണ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് 2 രീതിയിലാണ്. ഒന്ന് എസ്തെറ്റിക്സ് ആയിട്ട് ഭംഗിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, 2 ഹെൽത്ത് ഇഷ്യൂസിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ബോഡി എടുത്തു കഴിഞ്ഞാൽ ഒരു ഏറ്റവും കൂടുതൽ നെർവിൻ്റെ പ്രോക്സിമിറ്റി, അതായത് ഞരമ്പുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഏരിയ നമ്മുടെ ഡെൻ്റൽ ഏരിയ. ഈ ഒരു ഏരിയ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുക. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടൂത്തിന്, പല്ലിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഇപ്പോൾ കേട് വരികയോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ നെർവിലേക്ക്, നമ്മുടെ ഞരമ്പിലേക്ക് കയറി പിടിക്കും, നമ്മുടെ രക്തക്കുഴലിലേക്കും കയറി പിടിക്കും, ബ്ലഡ് വെസൽസിലേക്കും പിടിക്കും. ഇതൊക്കെ ഡയറക്റ്റ് കണക്ഷൻ ചെയ്യുന്നത് ബ്രെയിൻ സ്പൈൻ കോഡിലേക്കും ഹാർട്ടിലേക്കും. അപ്പോൾ പയ്യെ നമുക്കൊരു പല്ലിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ തുടർന്ന് പോകുന്ന ടൈമിൽ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ, ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ മയോകാർഡൈറ്റ് ഇൻഫെക്റ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. എം ഐ എന്ന് പറയുന്നത്. അതെ അതെ. അപ്പോൾ അത് ബ്ലോക്ക് ഉണ്ടാക്കാം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം. അതെ അതെ, ഒരുപാട് കാർഡിയാക് ഇഷ്യൂസ് വരുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ പല്ലിൻ്റെ ഒരു ഇഷ്യൂ വെച്ച്. ശരിക്കും എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതന്നെ, അതായത് നമ്മളെ ഈ സാധാ ഈ പല്ല് റിലേറ്റഡ് സംഭവം എങ്ങനെ നമ്മളെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നത് ചോദിക്കാൻ നിൽക്കാനോ. സോ പല്ല് പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും വരും. ഇപ്പോഴത്തെ അല്ല, ഒരു 20 വർഷത്തോളം ആ സ്റ്റഡി ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇച്ചിരൂടെ അവെയറായി, പേഷ്യൻസ് ഇച്ചിരൂടെ അവെയറായി കാര്യത്തിൽ. ഇപ്പോൾ പലരും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ പഠനങ്ങളുടെ ഫലമായിരിക്കാം ചിന്തിക്കുന്നത്. ശരിക്കും അങ്ങനെ കേട്ടാൽ ചില ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ ശരിക്കും പുറത്ത് ക്ലിനിക്കിൽ പോയിട്ട് പല്ല് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞേക്കുന്നത് ആവശ്യമുണ്ട്. അത് ആവശ്യമുള്ള കാര്യം. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ എത്ര ബ്രഷ് ചെയ്താലും നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. എന്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ബ്രഷ് ചെയ്താലും നമുക്ക് പല്ലിൻ്റെ ഇടയിലുള്ള ഒരുപാട് ഫുഡ് പാർട്ടിക്കിൾസ് നമുക്ക് എടുത്ത് കളയാൻ പറ്റാണ്ട് വരും. മോണയുടെ ഇടയിലേക്ക് കയറിയേക്കുന്ന പല്ലിന് മോണയുടെ ഇടയിലുള്ള പോർഷൻസിൽ കയറിയേക്കുന്നതൊക്കെ നമുക്ക് നോർമൽ ബ്രഷിങ്ങിനോട് ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കുറച്ച് നാളുകൾ നമ്മൾ കണ്ടിന്യൂസ് ബ്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ റിൻസ് ചെയ്യുക, കഴുകുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പോയേക്കാം. പക്ഷേ ഓറൽ ഹൈജീൻ അത്ര നല്ല രീതിയിൽ കൊണ്ടുപോയി നടക്കാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ ഈ മോണയുടെ ഇടയിലേക്ക് കയറിയേക്കുന്ന ഈ ഫുഡ് പാർട്ടിക്കിൾസ് അവിടെ ബാക്ടീരിയ വന്ന് അടിഞ്ഞു കൂടിയിട്ട് അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഗം ഡിസീസസ് ഉണ്ടാക്കും. അത് പെരിയോ പ്രോബ്ലം എന്ന് പറയും അതിന്. അപ്പോൾ പീരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് വന്നു കഴിയുമ്പോൾ നമ്മൾ ക്ലീനിങ് ആണ്, സ്കെയിലിംഗ് എന്ന് പറയും ആ പ്രൊസീജിയറിനെ. അപ്പോൾ ആ പ്രൊസീജിയർ നമ്മൾ ചെയ്യണം. അത് 6 മാസം വെച്ച് കൂടുമ്പോൾ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അവിടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇനാമൽ പോവും, പല്ലിന് സെൻസിറ്റിവിറ്റി, പുളിപ്പ് തുടങ്ങും എന്നുള്ളൊരു ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു അങ്ങനെ ഒരു പുളിപ്പുണ്ടാവും, ഇനാമൽ പോകും എന്നുള്ള തെറ്റിദ്ധാരണ. ഈവൻ ഞാൻ കേസ് ചെയ്യുന്ന ടൈമിൽ പേഷ്യൻ്റ് ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇഷ്ടംപോലെ പേഷ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്യണോ, ക്ലീൻ ചെയ്ത് അങ്ങനെ വരില്ലേ, ഇങ്ങനെ വരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് പറയുകയാണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പുളിപ്പ് വരാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു മെറ്റഫറായിട്ട് പറയാം. അതായത് നമ്മളിപ്പോൾ എത്ര കാഴ്ചയുള്ളവനാണേലും നമുക്ക് ഇരുട്ട് മുറിയിലേക്ക് പെട്ടെന്ന് കയറ്റി വാതിലടച്ച് ഒരു 2 മിനിറ്റ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടു എന്നിരിക്കട്ടെ, അവന് ഐ ഓപ്പൺ ചെയ്യും, കണ്ണ് ഓപ്പൺ ചെയ്യും, ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഇച്ചിരി ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യും. എത്ര കാഴ്ചയുള്ളവനാണ്, എത്ര പവർ ഉള്ളവനാണെങ്കിലും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ പല്ലുകൾക്കും. അപ്പോൾ ഈ പല്ലിൻ്റെ മേലെ അടിഞ്ഞുകൂടി കിടക്കുന്ന കുറച്ച് കണ്ടൻസ് ഉണ്ട്, അതിന് കാൽക്കുലസ് എന്ന് പറയും. അപ്പോൾ കഴിച്ച പേസ്റ്റ് അവിടെ അടിഞ്ഞുകൂടി അവിടെ ബാക്ടീരിയ വന്ന് അവിടെ ഒരു ഫിലിം ഫോം ചെയ്യും, പ്ലാക്ക് എന്ന് പറയും. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ മേലേക്ക് കാൽഷ്യം ഡെപ്പോസിറ്റ്സ് വന്ന് അത് കാൽക്കുലസ് ആയിട്ട് മാറും. കാൽക്കുലസ് ആയിട്ട് മാറിയാലാണ് നമുക്ക് ബ്രഷ് കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല, ആ മെഷീൻ വെച്ച് തന്നെ റിമൂവ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയാണ് ക്ലീനിങ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഈ പല്ലിൻ്റെ മേലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ കാൽക്കുലസിൻ്റെ ഒരു ലെയർ അങ്ങ് ഫോം ചെയ്ത് കഴിയുമ്പോൾ ആ പല്ലിൻ്റെ സർഫസ് അതിൻ്റെ മേലെയാണ് ഈ കാൽക്കുലസ് കവർ ചെയ്തേക്കുന്നത്. അപ്പോൾ പല്ലിൻ്റെ സർഫസ് വെള്ളമായിട്ടോ അല്ലെങ്കിൽ പുറത്തുള്ള സബ്സ്റ്റൻസ് ആയിട്ടോ ഒന്നും കോണ്ടാക്റ്റ് ഇല്ല, കുറേ നാളുകളായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. നമ്മൾ ഈ 6 മാസം കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഈ കാൽക്കുലസ് അങ്ങ് പോകും. അപ്പോൾ പെട്ടെന്ന് ഈ സർഫസ് എന്ത് ചെയ്യും, എക്സ്പോസ് ആവും. ആ ഒരു വെള്ളത്തിനോടും തണുപ്പിനോടും ഒക്കെ പെട്ടെന്ന് എക്സ്പോസ് ആവും. അപ്പോൾ അത് ഒന്ന് ബോഡി ഒന്ന് അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ ടൈം എടുക്കും, ഒരു 2-3 ദിവസം എടുക്കും. അതാണ് ഈ ക്ലീൻ ചെയ്തതിന് ശേഷം 2-3 ദിവസം കഴിയുമ്പോൾ പേഷ്യന്റ് പുളിപ്പായി എന്നുള്ള രീതിക്ക് വന്ന് പറയുന്നത്. ശരിക്കും അതാ, അല്ലാണ്ട് ഇനാമൽ ഭയങ്കര ഹാർഡുള്ള സബ്സ്റ്റൻസാണ്. മെഷീൻ ശരിക്കും പറഞ്ഞാൽ മെഷീൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെ വാട്ടർ വെച്ച വെള്ളമാണ്. ആ വെള്ളം വെച്ച് അത്ര അത്യാവശ്യം മിനിമം ഫോഴ്സിലാണ് വരുന്നത്. ഫോഴ്സിലാണ് അത് റിമൂവ് ചെയ്യുന്നത്. പോകില്ല. അപ്പോൾ ഈ ശരിക്കും സാധാരണ നോർമൽ ക്ലീനിങ് ഉള്ള 6 മാസം ചെയ്യുന്നത് അത് ചെയ്യുന്ന ശേഷം നമ്മുടെ പല്ല് വൈറ്റ് ആവുന്നില്ലല്ലോ? ഇല്ല, വൈറ്റ് ഒന്നും. ഈ വൈറ്റ് ആവാൻ വേറെ ട്രീറ്റ്മെന്റ് ഉണ്ടോ? പല്ല് വൈറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഫ്ലൂറിഡേഷൻ ചെയ്യാം, ബ്ലീച്ചിങ് എന്ന് പറയും. അപ്പോൾ നമുക്കത് ബ്ലീച്ചിങ് ട്രേ ഉപയോഗിച്ച് അതിൽ ബ്ലീച്ചിങ് സബ്സ്റ്റൻസ് വെച്ച് നമുക്ക് പല്ലിൽ വെക്കാം. അപ്പോൾ അത് കൂടുതലും ഈ എസ്തെറ്റിക് കൺസേൺ ഉള്ള ആളുകൾ
കുറച്ചൊക്കെ ബ്ലീച്ച് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, ചെറിയ വൈറ്റനിങ് ഒന്നും വന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഓവർ വൈറ്റനിങ് പ്രതീക്ഷിക്കുന്ന പേഷ്യൻസ് ഉണ്ട്, അവർ ശരിക്കും ആ പല്ലിനെ നശിപ്പിക്കാന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാറില്ല, ഡോക്ടേഴ്സ് അത് പ്രിഫർ ചെയ്യാറുമില്ല. ചെറിയ ബ്ലീച്ചിങ് ഒക്കെ ചെയ്യാറുണ്ട്. ചിലരുടെ സ്റ്റെയിനൊക്കെ ചിലരുടെ ഇനാമൽ ചെറിയ പോറോസിറ്റി ഒക്കെ വന്ന് വരയൊക്കെ വന്ന് ബ്രഷിങ്ങിന്റെ കാരണമൊക്കെ വര വന്നു, അല്ലെങ്കിൽ ആസിഡ് കൂടുതൽ കഴിക്കുന്ന ആളുകളുണ്ട്, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകൾ സ്റ്റെയിൻസ് ഒക്കെ വരും. അങ്ങനെയുള്ള ആളുകളിലൊക്കെ നമ്മൾ ബ്ലീച്ചിങ് പയ്യെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ കുറച്ച് വൈറ്റ് കേടാണ്. നോർമൽ രീതിയിൽ ചിന്തിച്ചാൽ അങ്ങനെ കേടില്ല, ഓവർ യൂസ് എപ്പോഴും കേടാണ്. അതിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ കേടാണ്. അതെ അതെ. അതായത് നമ്മളെ ഈ സ്മോക്കിംഗ് അല്ലെങ്കിൽ ഡ്രഗ് യൂസിംഗ് ഒക്കെ ശരിക്കും മായ്ക്ക് വളരെ ഉറപ്പായിട്ടും. കാരണം എന്താ, സ്മോക്കിങ്ങിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കിങ് ചെയ്യുന്ന ആളുകൾ ഫസ്റ്റ് അവർ ഈ ഗ്യാസസ്, പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസ് ഇൻസേർട്ട് ചെയ്തിട്ടാണ് അവർ എക്സ്കെയിൽ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ആ ഇൻസേർട്ട് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിൽ നിക്കോട്ടിൻ, കാർബൺ മോണോക്സൈഡ്, അങ്ങനെ ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട്. ഈ കണ്ടന്റ് എല്ലാം നമ്മൾ വായുടെ അകത്തേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പല്ലിന്റെ സർഫസിലെല്ലാം ഇത് അടിഞ്ഞുകൂടി കിടക്കും. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു കാർസിനോജനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ അതൊരു കെമിക്കൽസ് ആണ് പൊതുവെ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ടൂത്തിന്റെ സർഫസിൽ ചെല്ലുമ്പോൾ, ടൂത്തിന്റെ സർഫസ് എന്ന് പറയുന്നതും ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് എന്ന് പറയും, ഇനാമൽ ഫോം ചെയ്തിരിക്കും. അപ്പൊ അതും ഈ ഒരു ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ഒരു സബ്സ്റ്റൻസും, കെമിക്കൽ സബ്സ്റ്റൻസും, അത് ആസിഡ് ബേസ് റിയാക്ഷൻ നടന്ന് അവിടെ ചെറിയ പോറുകൾ ഉണ്ടാക്കും, ചെറിയ തുളകൾ ഉണ്ടാക്കും, ഇനാമലിൽ ചെറിയ ഹോൾസ് ഉണ്ടാക്കും. ഈ ഹോളിൽ ഈ നിക്കോട്ടിൻ കണ്ടന്റ് അല്ലെങ്കിൽ കളറിങ് സബ്സ്റ്റൻസ് ചെന്ന് അടിഞ്ഞുകൂടി അവിടെ ബ്ലാക്കിഷ് കളറുകൾ, ബ്രൗണിഷ് കളറൊക്കെ ഫോം ചെയ്യും വരും. എന്നിട്ട് അവിടെ പിന്നെ അത് ഫോം ചെയ്ത് ഇനാമൽ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രൊട്ടക്റ്റീവ് ലെയർ പോയി, പിന്നെ ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ലെയറാണ് ഡെന്റിൻ. അപ്പൊ ബാക്ടീരിയക്ക് ഏറ്റവും താല്പര്യമുള്ള ഏരിയ അതാണ്. ഇനാമലിനെ അങ്ങ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഡെന്റിൻ മോസ്റ്റ് ഫേവറബിൾ ഏരിയ ആണ് ഈ ബാക്ടീരിയാസിന്. അപ്പൊ കൂടുതൽ കേടിലേക്ക് വരാൻ സാധ്യതയുണ്ട്, ഹാർട്ട് അറ്റാക്കിലേക്കൊക്കെ പ്രശ്നങ്ങൾ വരാൻ നമ്മൾ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ. ചെറിയൊരു കേട് വന്നു വെച്ചാൽ ഹാർട്ടിന്. അപ്പൊ ഈ എനാമൽ പോയാലും നമുക്ക് പിന്നെയും വരുത്താൻ പറ്റില്ല? ഒരിക്കലും. എനാമൽ നമ്മുടെ നെർവൊക്കെ പോലെ തന്നെയാണ്, റീജനറേഷൻ കപ്പാസിറ്റി ഇല്ല എന്ന് പറയാം. അപ്പൊ ഈ വെപ്പലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതെ, വെപ്പലിൽ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ പറയുന്ന, പല്ല് ഒട്ടും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ പല്ല് പറിച്ച് അവിടെ നമ്മൾ ഒരു അഡീഷണൽ ടൂത്ത്, നാച്ചുറൽ ടൂത്ത് അല്ലാത്ത ഒരു ആർട്ടിഫിഷ്യൽ ടൂത്ത് വെക്കുന്നതാണ്. നമ്മൾ ഈ മറ്റേ ഇവിടെ അധികം പുറത്ത് കാണില്ല ഈ ഗോൾഡൻ പല്ല് വെക്കുന്നത്, അതെ ശരിക്കും വെക്കാം. ഗോൾഡൻ പല്ല് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് രണ്ട് രീതിയിൽ, നമുക്ക് 3 രീതിയിൽ ഇൻസേർട്ട് ചെയ്യാം. ഇല്ലാത്ത സ്ഥലത്ത്, മിസ്സിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് 3 രീതിയിൽ ഇൻസേർട്ട് ചെയ്യാം. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ടൂത്ത് റിമൂവ് ചെയ്യത്തക്ക രീതിയിൽ, ഈ വയസ്സായ ആളുകളിലൊക്കെ നമുക്ക് എടുത്ത് പുറത്ത് വെക്കുക, വെള്ളത്തിലിട്ട് വെക്കുക, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. റിമൂവബിൾ ടീത്ത് ആയിട്ട് അതിന് RPD എന്ന് പറയും. അതായത് ചില എന്റെ വല്യമ്മ അതായത് പല്ല് എടുത്തിട്ട് ബ്രഷ് ചെയ്യാൻ പല്ല് പുറത്തെടുത്തിട്ട് അങ്ങനെ ചെയ്യണ്ടേ, കാരണം അതിന്റെ അകത്തൊക്കെ അതിന് റിമൂവബിൾ പ്രോസസ്സ്. അപ്പോൾ റിമൂവബിൾ ഡെഞ്ചേഴ്സ് എന്ന് പറയും അതിന്. അതാണ് ഒരു ടൈപ്പ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ FPD എന്ന് പറയും, ഫിക്സഡ് പ്രോസസ്സ് ആണ്. അപ്പോൾ ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടപ്പുറയുള്ള പല്ലുകളെ സപ്പോർട്ടാക്കി നിർത്തിക്കൊണ്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അത് ഫിക്സ്ഡാണ്, നമ്മളൊരു സിമെന്റ് വെച്ച് ഫിക്സ് ചെയ്യും. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഇംപ്ലാന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ബോണിലേക്ക്, എല്ലിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. ഒരു പ്രശ്നമില്ല. അതാണ് മോസ്റ്റ് എഫക്റ്റീവ്. സ്ക്രൂ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ നോർമൽ സ്ക്രൂ, നമുക്ക് മെഷീൻ ഉണ്ട്, മെഷീൻ വെച്ച് നമ്മൾ എല്ലില് ചെറിയൊരു ഹോൾ ഇടും, ആ ഹോളിലേക്ക് നമ്മൾ സ്ക്രൂ ഇൻസേർട്ട് ചെയ്യും. അതെ, ഒറിജിനൽ ടൈറ്റാനിയം സ്ക്രൂ ആണ്. ടൈറ്റാനിയം നമ്മുടെ ബോഡിക്ക് ഭയങ്കര ബയോകോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവം, ഹാർംഫുൾ അല്ലാത്തൊരു സംഭവം. അപ്പോൾ നമ്മുടെ ബോഡി ആയിട്ട് ഇണങ്ങി പോകുന്നൊരു സംഭവം. കൈയൊക്കെ ഒടിഞ്ഞു കഴിയുമ്പോൾ ഉള്ളിൽ ഇടുന്നതാണ്, അതൊക്കെ ടൈറ്റാനിയം. അപ്പോൾ ആ ടൈപ്പ് സ്ക്രൂ ആണ്, നേരെ ഇൻസേർട്ട് ചെയ്യും. ഈ സ്ക്രൂവിലേക്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ ടൂത്ത് ലോക്ക് ചെയ്ത് വെക്കും. അപ്പൊ ഈ പല്ല് പകുതി പൊട്ടി പോകുന്ന സിറ്റുവേഷൻ ഒക്കെ അല്ലേ, അവിടെ കയറ്റി വെക്കുന്ന പല്ല് എങ്ങനെ ഒട്ടിച്ചേക്കുന്നത്? അതായത് ഇപ്പം പല്ല് പൊട്ടിപ്പോവാണ്, ഇപ്പൊ ഏതെങ്കിലും കുട്ടികൾ വീണോ, അല്ലെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി വീണ് പല്ല് പൊട്ടുകയാണെങ്കിൽ, നോർമൽ രീതിയിൽ ചെറിയ പൊട്ടൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് മെറ്റീരിയൽ, കോമ്പോസിറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ട്, പല്ലിന്റെ അതേ നിറത്തിലുള്ള മെറ്റീരിയൽ, അത് വെച്ച് നമുക്ക് അടച്ചു വെക്കാം. ചെറുതായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് അടച്ചു വെക്കാൻ പറ്റും. ഇനി അതല്ല, അത്യാവശ്യം നല്ല രീതിയിൽ അതെ പകുതിയോളം പൊട്ടിപ്പോയിട്ടുണ്ടെന്നാണെങ്കിൽ പല്ലിന്റെ ഉള്ളില് ഞാൻ ഈ പറഞ്ഞ ഇനാമൽ, ഡെന്റിൻ, അതിന്റെ ഉള്ളിൽ പൾപ്പ് എന്ന് പറഞ്ഞൊരു ചേംബർ ഉണ്ട്. അവിടെയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഞരമ്പും രക്തക്കുഴലും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും പല്ല് വെറുതെ അടയ്ക്കാൻ പറ്റില്ല. നമ്മൾ അതിനെ RCT, റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. അതായത് അതിന്റെ ഉള്ളിൽ ആ പൾപ്പും ഞരമ്പും അങ്ങ് എടുത്ത് കളയേണ്ടി. ശരിക്കും റൂട്ട് കനാൽ കേടായ ഞരമ്പെടുത്ത് ഒഴിവാക്കുന്നില്ല. അതായത് റൂട്ട് കനാൽ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേട് അല്ലെങ്കിൽ എന്തെങ്കിലും പല്ലിന് ഫ്രാക്ചർ ആയി അങ്ങനെയെങ്കിലും ആ ഒരു
സംഭവം ഇനാമലും ഡെന്റീനും കഴിഞ്ഞ് പൾപ്പിലെത്തി പൾപ്പിനെ ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ, പൾപ്പിന് ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ ആ ഇൻഫെക്ഷൻ എടുത്ത് കളയണം. ഇല്ലാന്നാണെങ്കിൽ നമുക്ക് ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുക. ഭയങ്കര പെയിൻഫുൾ അല്ലേ റൂട്ട് കനാൽ? നമ്മൾ അനസ്തേഷ്യ ചെയ്തിട്ടാണ് ഇതും ചെയ്യും. പക്ഷെ പല ആൾക്കാർക്ക് ഇപ്പോഴും പേടിയാണ് പല്ലിന്റെ വേദന. ഏത് നമ്മളെ ബാക്കി വേദന ഈ പല്ല് വേദന ചെവി വേദന എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ, നമുക്ക് സഹിക്കാൻ പറ്റില്ല. മറ്റേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. അപ്പൊ ആ പേടി കാരണം ഇപ്പോഴും പല ആൾക്കാർ ഡോക്ടറെ കാണിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരോട് സാർ എന്താ പറയാ? ഇത് വേദന ഉണ്ടാവും നമ്മള് പേടി രണ്ട് കാരണത്തല്ല. ഒന്ന്, വേദന കൊണ്ട് പേടി ഉണ്ടാവും എനിക്ക് തോന്നണില്ല. വേദന കൊണ്ട് ഒരിക്കലും നമുക്ക് പേടി വരില്ല. അങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ള MBBS അങ്ങനെയുള്ള ഡോക്ടേഴ്സിൽ നിന്ന് കാണാൻ പോവില്ലല്ലോ. അല്ല, അത് അതിനെ കൂടെ കാരണം എല്ലാവരും ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ പല്ലല്ലേ, അത് കുഴപ്പമില്ല. ഒന്ന് ആ ഒരു കോൺസെപ്റ്റ് ആണ്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ട്രീറ്റ്മെന്റിനോട് പേടിയാണ്. കാരണം നമ്മൾ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുമ്പോൾ അവിടെ മിക്ക ഇത്തരത്തിലുള്ള ഇതെല്ലാം ഇപ്പൊ BDSന്റെ ഫുൾ ഫോം തന്നെ ബാച്ചലർ ഓഫ് ഡെന്റൽ സർജറി എന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊസീജിയേഴ്സും സർജിക്കൽ പ്രൊസീജിയർ മാതിരിയാണ്. അതെ. അപ്പോൾ ലൈവായിട്ട് ഒരു പേഷ്യന്റ് അവ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ഫുൾ അറിവോട് കൂടി തന്നെയാണ് ഈ ട്രീറ്റ്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഈവൻ എല്ലാ മൂവ്മെന്റും മെഷീൻസ് യൂസ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അവിടെ കിടന്നു കഴിഞ്ഞാൽ കമ്പി ഉണ്ടാവും, കുറേ സാധനങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് കൂടുതലും പേടി വരുന്നത്. നമ്മൾ മെഡിക്കലിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ജനറൽ അനസ്തേഷ്യയിലോ അല്ലെങ്കിൽ നോർമൽ അവർ കൂടുതലും നമ്മൾ എടുക്കുന്ന ഏരിയാസ് കൂടുതൽ ഫേസിൽ നിന്ന് മാറിയുള്ള ഏരിയാസിൽ ചെയ്യണേ. അപ്പൊ അവർക്ക് കാണാനൊക്കെ ബുദ്ധിമുട്ട്. ഇത് കറക്റ്റ് നമ്മുടെ ഈ ഒരു ലെവൽ ആയതുകൊണ്ട്, ഐ ലെവലിൽ തന്നെ ആയതുകൊണ്ട് കാണാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് കാണാൻ പറ്റും. ഇപ്പൊ പല മെഷീൻസും ഇങ്ങനെ എടുക്കുമ്പോൾ അത് ഹാർഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പോയിന്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കാണുമ്പോൾ പലർക്കും പേടി. അതുകൊണ്ടാണ് പലരും ട്രീറ്റ്മെന്റ് ചെയ്യാൻ മടിക്കുന്നത്. നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. കാരണം അങ്ങനെ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മള് പല്ല് നശിക്കുക. ഈ പല്ല് നശിച്ച കാരണം മരിച്ചു പോയിട്ടുണ്ടോ? ഉറപ്പായിട്ടും. നമ്മളിപ്പോ കാർഡിയക് അറസ്റ്റ് വന്ന് ഒത്തിരി ആളുകൾ മരിക്കുന്നുണ്ടല്ലോ. പല്ല് കേട് കാരണം നമ്മള് ഒരിക്കലും പല്ല് കേട് വന്ന് മരിച്ചു നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. പക്ഷെ MI വരിക, കാർഡിയക് അറസ്റ്റ് വരിക, ഇതൊക്കെ വന്നതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യും എന്താ പ്രശ്നം എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക വായിലെ പല്ലുകൾക്ക് കേട് വന്നത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ. അതെ അതെ. ആരും അങ്ങനെ വിശ്വസിക്കില്ല. അത്രയ്ക്കും ഡേഞ്ചർ, അത്രയ്ക്കും സംഭവം. പല തീസിസും അതുമായിട്ട് നടക്കുന്നുണ്ട്, സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറെ ആളുകൾ, കുറെ പേഷ്യൻസിന് അവെയർ ആണ്. അതുകൊണ്ട് പല പേഷ്യൻസും ഇങ്ങോട്ട് വന്ന് നമ്മുടെ അടുത്ത് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വരുന്നുണ്ട്. മറ്റേത് നമ്മൾ അങ്ങോട്ട് അഡ്വൈസ് ചെയ്യണമായിരുന്നു, അത് ചെയ്യുന്നുള്ള രീതിക്ക് അവരിങ്ങോട്ട് വരുന്നുണ്ട്. അല്ല സാർ, നമ്മളെ ഒരു നോർമൽ ക്ലിപ്പ് ഇടാന്ന് പറഞ്ഞാൽ എന്തായാലും അതിലൊരു കോഴ്സ് 2 years മിനിമം ഉണ്ടാവില്ല. ഒരു കോഴ്സ് മിനിമം 1 year ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് കണ്ടാണ് ഈ പുറത്തുനിന്നുള്ള ആൾക്കാർ ആ ഒരു സ്പെഷ്യൽ ഡോക്ടറെ അടുത്ത്, കാരണം ഞാൻ പറഞ്ഞില്ല, ആ ഡോക്ടറെ അടുത്ത് വന്നിട്ട് ചെറിയൊരു ടൈം പീരീഡ് കൊണ്ട് പല്ല് ഫുള്ളും ക്ലിയർ ചെയ്തിട്ട് പോകുന്നുണ്ട്. അത് എന്താണ്, സർജറി ആണോ, ഇങ്ങനെയാണ് സംഭവം? അതായത് പല്ല് നല്ല ഗ്യാപ്പ് ഉണ്ടാവും, ചിലപ്പോൾ പല്ല് തീരെ ഉണ്ടാവില്ല, ചില പല്ല് നല്ല വിട്ടിട്ടായിരിക്കും. ഇതൊക്കെ ചെറിയൊരു ടൈം പീരീഡ്, ചിലപ്പോൾ ഒരു പുറത്തുള്ള ആൾക്കാരായിരിക്കും, അവരോട് വന്ന് ടൈം പീരീഡ് ചെയ്തിട്ട് ക്ലിയർ ആക്കി പോവുക ചെയ്യുന്നത്. അതെന്താ സർജറി ചെയ്യണം, എന്താണത്? നമുക്ക് സർജറി ചെയ്യാന്ന് പറഞ്ഞാൽ സർജറിക്ക് മിനിമം 6 months മിനിമം വേണം. കാരണം നമ്മളൊരു ബോൺ കട്ട് ചെയ്ത് റീമോഡലിംഗ് ചെയ്ത് വരാൻ 3 months എബവ് എടുക്കും. അപ്പോൾ ഒരിക്കലും സർജറി ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഒരിക്കലും പെട്ടെന്നൊരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. മൈൽഡ് സർജറി ഒക്കെ ആണെങ്കിൽ ഓക്കെ, നമ്മളിപ്പോൾ ഇവിടുത്തെ ഫ്രീനം എന്ന് പറയുന്ന അറ്റാച്ച്മെന്റ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ലെവലാക്കുന്നതൊക്കെ ഓക്കെ, അതൊക്കെ മൈനർ സർജറിയിൽ വരുന്നത്. മെയിനായിട്ട് ഇപ്പോൾ ഭയങ്കര അർജന്റ് ആയിട്ടുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ചിലർ വരാറുണ്ട്, എൻ്റെ കല്യാണം അടുത്ത മാസമാണ്, പെട്ടെന്ന് എനിക്ക് പല്ല് നേരെയായി കിട്ടണം എന്നൊക്കെ ഒന്ന് പറയാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു മാസം കൊണ്ടൊന്നും പോസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3 to 6 മാസത്തിലൊക്കെ പോസിബിളാണ്. പക്ഷെ അത് ഹൈലി ഡേഞ്ചറസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ പല്ലിനെ മൂവ് ചെയ്യുന്നത് മാൽ പൊസിഷനിലേക്ക്, അതായത് പൊസിഷൻ മാറിയിരിക്കുന്ന പല്ലുകളെ പഴയ പൊസിഷനിലേക്ക്, നല്ല പൊസിഷനിലേക്ക് മാറ്റുന്നത് അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലുകളുടെ ബലം ഷേപ്പ്. അതെ, ബോണായിട്ട്, ബോണിന്റെ അകത്താണ് പല്ലിരിക്കുന്നത്. ബോൺ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ സോക്കറ്റ്, നമ്മളിപ്പോൾ ഒരു സോക്കറ്റിന്റെ അകത്ത് പ്ലഗ് കുത്തുന്ന പോലെ ആ സോക്കറ്റ് എന്ന് പറയുന്നത് ബോണിന്റെ സോക്കറ്റ്, അതിന്റെ അകത്ത് പല്ലിങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ആ പല്ലിനെ പിടിച്ചു നിർത്താൻ കുറച്ച് ഫൈബേഴ്സ് ഉണ്ട്, അതിന് പെരിഡോണ്ടൽ ഫൈബേഴ്സ്. അതെ, അവർ തമ്മിൽ കണക്ഷൻ പെരിഡോണ്ടൽ ഫൈബേഴ്സ്. ഈ ഫൈബേഴ്സ് പൊട്ടിപ്പോയാൽ പല്ലിളകാൻ തുടങ്ങും. അതെ, അപ്പൊ അതാണ് മെയിൻ കണക്ഷൻ വരിക. അപ്പോൾ ഈ എല്ലുകൾക്ക് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുക, അല്ലെങ്കിൽ പല്ലുകൾ ഈ പെരിഡോണ്ടൽ ലിഗമെന്റ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പല്ലിന് പയ്യെ ആട്ടമൊക്കെ വന്നു തുടങ്ങും. ഈ അഡൽട്ട് ആയി കഴിഞ്ഞാൽ നമ്മളെ പല്ല് പോകുന്ന പിന്നെ വേറെ പല്ല് വരും? ഇല്ലില്ല, ഒരിക്കലും. 2 ടൈപ്പ് ഡെന്റിഷൻ നമുക്കുള്ളൂ. ഒന്ന് പ്രൈമറി ഡെന്റിഷൻ, 2 സെക്കൻഡറി ഡെന്റിഷൻ അല്ലെങ്കിൽ പെർമനന്റ് ഡെന്റിഷൻ എന്ന് പറയും. പ്രൈമറി ഡെന്റിഷൻ എന്ന് പറഞ്ഞാൽ പല്ലുകളുടെ നിരകളെ പറയുന്നത്. അതെ,
വരുന്ന പ്രോസസ്സിനെ പറയുന്നത് പേര്. ഫസ്റ്റത്തെ മറ്റേ പാൽപ്പല്ല് പോയിട്ട് അതെ, അതിനാണ് പ്രൈമറി എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് പെർമനന്റ് എന്ന് പറയുന്നത്, ഫിക്സ്ഡ് ആണ്, പിന്നെ നമുക്ക് ഇനി വരില്ല, അത് കഴിഞ്ഞാൽ പിന്നെ അത് ഏത് ഏജ് വരെ നമുക്ക് മാക്സിമം വരാം? അതായത് സെക്കൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ, അതായത് പെർമനന്റ് ടൂത്ത് വന്നു തുടങ്ങുന്നത് തന്നെ 6-ാം വയസ്സ് മുതലാണ് വരുന്നത്. 6-ാം വയസ്സ് മുതൽ നമുക്ക് താഴത്തെ 2 പല്ല് എന്ന് തുടങ്ങി മേളത്തെ പല്ല്, അങ്ങനെ ഒരു ഓർഡറിലാണ്. 6-ാം വയസ്സ് മുതൽ? അതെ, 6-ാമത്തെ വയസ്സ് മുതലാണ് വരിക. അത് എൻഡ് ചെയ്യുന്നത് എപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൈം പറയാൻ പറ്റില്ല. കാരണം 3rd മോളാർ, അതായത് നമ്മുടെ 3-ാമത്തെ അണപ്പല്ല് പലരുടെയും ചിലപ്പോൾ വരാറില്ല. അതെ, നോർമലി നമുക്ക് 28 വരുന്നുള്ളൂ. അതായത് 4 സൈഡിലെയും 3rd മോളാർ നമ്മൾ ഒഴിവാക്കി കളഞ്ഞാൽ 28 ടൂത്ത് ആണ് നോർമലായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ചിലരിൽ അത് 20 വയസ്സാകുമ്പോൾ വരും, ചിലർ 23 ആവും, 24 ആവും, 32 വരാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അത് സ്പേസ് അനുസരിച്ച്, നമ്മുടെ വായുടെ സ്പേസ് അനുസരിച്ചാണ്. അപ്പൊ ഈ എല്ലാണ് അതിനെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിഷാൽ സാർ ചോദിച്ച പോലെ തന്നെ ഇപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പല്ലുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലിനെ നമ്മൾ ഈ ബ്രാക്കറ്റ് ഇടുക. ബ്രാക്കറ്റ് ഇട്ടിട്ട് ബലത്തിൽ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഈ പല്ലിന്റെ തൊട്ടടുത്തിരിക്കുന്ന എല്ല് പയ്യെ അതിന്റെ ബലം ക്ഷയിക്കും. അപ്പൊ ആ സ്ഥലത്തേക്ക് പല്ലിങ്ങനെ മൂവ് ചെയ്യും. അങ്ങനെയാണ് അറിയുന്നത്. തുടക്കത്തിൽ ട്രീറ്റ്മെന്റ് ചെറിയ പെയിൻഫുൾ ആണ്, കുഴപ്പമൊന്നുമില്ല, നല്ല പെയിൻഫുൾ. ഈ റബ്ബർ കയറ്റിയേക്കുന്ന പണിയുണ്ട്, റബ്ബർ കയറ്റിയല്ലോ, ഭയങ്കര പെയിൻഫുള്ളാണ്. നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പെയിൻ മാറ്റാൻ ഇല്ല, അങ്ങനെ നമുക്കൊന്നും ചെയ്യാനില്ല. അത് ആ മൂവ്മെന്റ് പെട്ടെന്നൊക്കെ നമുക്ക് ചില സമയത്ത് ഈ പല്ലുവേദന ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ വരുന്ന സമയത്ത് അവർ ഇത് ഭയങ്കര വേദന, എനിക്ക് പല്ലുവേദന ചെയ്താൽ നമുക്ക് ചില സമയത്ത് വന്നാൽ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു റിക്കവറി കിട്ടാൻ എന്തെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് റിക്കവറി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പുവെള്ളം മെയിനായിട്ട് നമ്മൾ വീട്ടിലാണെന്നാണെങ്കിൽ സലൈൻ വാട്ടർ ഗാർഗിൾ ചെയ്യാന്ന് മാത്രമാണ് ഏറ്റവും മെയിൻ ആയിട്ട് ചെയ്യുക. സാധാരണ രീതിയിൽ അങ്ങനെ കഴിക്കുന്നത് ശരിയല്ല, ശരിക്കും പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെ കഴിക്കണം. കാരണം എന്താണെന്ന് അറിയാതെ ഒരു മരുന്ന് നമ്മൾ കഴിക്കരുത്. നമ്മൾ പെയിൻ കില്ലേഴ്സ് ആണ് കൂടുതലും കഴിക്കുക. പെയിൻ കില്ലർ അങ്ങനെ വെറുതെ കഴിക്കാൻ പാടില്ലാത്ത ഒരു മെഡിസിനാണ്. അങ്ങനെ സാറേ, നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച്, അല്ലെങ്കിൽ നമ്മളെ കോമൺ ഹാബിറ്റോ അല്ലെങ്കിൽ നമ്മളെ കോമൺ ഭക്ഷണങ്ങൾ ഉണ്ടാവില്ല, കോമൺ ആയിട്ട് നമ്മൾ കഴിക്കുന്നത്, അങ്ങനെ കോമൺ ആയിട്ട് കഴിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഹൈലി ഡേഞ്ചറസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന ഷുഗർ കണ്ടന്റ് കൂടിയ ഫുഡ്, എല്ലാ ഫുഡ്സും ഡേഞ്ചറസ് ആണ്. കാരണം എന്താ ഡേഞ്ചറസ് ആണ് പറയാൻ കാരണം, നമ്മൾ ആ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ് കഴിച്ചതുകൊണ്ട് ഒരിക്കലും കേരീസ് വന്നു അല്ലെങ്കിൽ കേട് വന്നു നമുക്ക് പറയാൻ പറ്റില്ല. ആ ഷുഗർ കണ്ടന്റ് നമ്മുടെ വായിൽ, നമ്മുടെ മൗത്തിൽ എത്ര നാൾ നിൽക്കുന്നു, എത്ര നേരം നിൽക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ വായിലുണ്ടാവുന്ന കേട്. ഫുഡ് കഴിച്ചാൽ അപ്പോൾ വാ കഴുകണം. പിന്നെ കൂടുതലും ബ്രഷ് ചെയ്യേണ്ടത് ഏറ്റവും മെയിനായിട്ട്, നമ്മൾ 2 നേരം ബ്രഷ് ചെയ്യണമെന്ന് പറയും, ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ടത് രാത്രിയാണ്. അതായത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിക്കുന്ന ഫുഡ് മൊത്തം നമ്മുടെ വായിലിരിക്കുകയാണ്. എന്നിട്ട് രാവിലെ നമ്മൾ കൂടുതലും കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി നമ്മൾ ഡൈജഷൻ ചെയ്തതിന് ശേഷം ഉണ്ടായി ഗ്യാസ് സ്മെല്ലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ചെയ്യുന്നത്. ശരിക്കും രാത്രിയാണ് ഏറ്റവും മെയിനായിട്ട്. 2 നേരം പല്ല് തേക്കണം, രാത്രി മെയിനായിട്ട് നമ്മൾ കോമൺലി ഏറ്റവും ഇമ്പോർട്ടന്റ് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ രാവിലെയാണ് ചെയ്യേണ്ടത്, രാത്രിയാണ് ചെയ്യേണ്ടത്. കാരണം രാവിലെ മുതൽ കഴിക്കുന്ന ഫുഡ് നമ്മുടെ വായിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നേരെ പല്ല് കഴിക്കാതെ കിടന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫുഡ് പാർട്ടിക്കിൾസ് അവിടെ എന്തോരം നേരം നിൽക്കുന്നോ, 8 അവേഴ്സോളം നമ്മൾ മിനിമം 6 അവേഴ്സെങ്കിലും നമ്മൾ ഉറങ്ങുമല്ലോ. ആ അവേഴ്സ് മതി ബാക്ടീരിയക്ക് റീജനറേറ്റ് ചെയ്യാനും അവർക്ക് ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ. നമ്മൾ ഈ ബ്രഷിൽ തന്നെ കണ്ടില്ലേ ഈ സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്നൊക്കെ, എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതായത് സോഫ്റ്റ്, അതിന്റെ ബ്രിസ്റ്റിൽസ്, അതായത് അതിന്റെ ആ നാരുകളുണ്ടല്ലോ, നാരുകളുടെ കട്ടിക്ക് അനുസരിച്ചാണ് അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിൽ ഹാർഡ് ബ്രഷസ് നമ്മൾ സാധാരണ രീതിയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് മീഡിയം ബ്രഷസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ അഡൽട്സ്, ചിൽഡ്രൻസ് ആകുമ്പോൾ അവരുടെ പാൽപ്പല്ലാണ് പ്രൈമറി ടൂത്ത് ആയതുകൊണ്ട് അവർക്ക് മോണയൊന്നും അത്ര. എത്ര ഏജ് വരെ നമുക്ക് സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കാൻ പറ്റും? നമ്മളൊരു 6, നമ്മുടെ പെർമനന്റ് ടൂത്ത് വരുന്നത് വരെ 6 ഇയേഴ്സ് വരെ നമുക്ക് സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കാം. അതിനുശേഷം മീഡിയം ആണ് നല്ലത്. കാരണം പെർമനന്റ് ടൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മീഡിയം ബ്രഷ് ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല. മോണയൊക്കെ ഡെവലപ്പായി വരുന്ന ടൈമിൽ നമ്മൾ ശരിക്കും സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുട്ടികളിൽ അങ്ങനെ ഹാർഡ് ബ്രഷ് മീഡിയം ബ്രഷ് പെട്ടെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹാർഡ് ബ്രഷ് അധികം ഉപയോഗിക്കുക ഈ ഡോക്ടർമാരെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അല്ലാതെ ഇപ്പോഴും കോമൺ ആയിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ഹാർഡ് ബ്രഷ് എടുത്ത് കാണാമല്ലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഹാർഡ് ബ്രഷ് നമ്മൾ ഒരിക്കലും പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. കൂടുതൽ നമ്മളിപ്പോൾ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അതെ, അങ്ങനെ തേച്ചാലേ ചെളി പോളൂ എന്നുള്ളൊരു ഇതാണ്. അതൊരു ശരിക്കും വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇപ്പോൾ വരുന്നതല്ല, ഇത്രയും നമ്മുടെ ഈ അവൈലബിൾ ആയിട്ടുള്ള പേഷ്യൻസിൽ എല്ലാ പേഷ്യൻസിന്റെയും മൗത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമോ. ഈവൻ എൻ്റെ വായി തന്നെ, ഞാൻ ഒരു ഡെന്റിസ്റ്റ് ആണ്, സൂക്ഷിച്ച് നമ്മൾ ടൂത്ത് ബ്രഷ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ഇത്രയും വർഷക്കാലം ബ്രഷ് ചെയ്യും, എൻ്റെ ഒരു പല്ലിന് ചെറിയൊരു വെട്ടുണ്ട്.
അതായത് നമ്മൾ ബ്രഷ് ചെയ്യുന്ന ബലം കൊടുത്തു വരുന്നതാണ്. അല്ല അപ്പൊ ഇനാമൽ പൊട്ടിച്ചിട്ട് ഇനാമൽ പൊട്ടിച്ച് കുഴിഞ്ഞിരിക്കും. കാരണം നമ്മൾ ജസ്റ്റ് ചിന്തിച്ചു വെക്കുക, ഇപ്പൊ നമ്മുടെ ഈ വോളില് ഭിത്തിയില് നമ്മൾ പായലിരിപ്പുണ്ട്, സ്ഥിരമായിട്ട് നമ്മൾ ഒരു അയൺ റോഡ് തള്ളിയിരിക്കുന്ന കമ്പി കൊണ്ടുണ്ടാക്കിയ ഒരു ബ്രഷ് കൊണ്ട് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും നമ്മൾ തൂക്കം നേരിച്ചു ഉറപ്പാണ് അവിടുത്തെ സിമെന്റ് എല്ലാം പൊടിഞ്ഞു വരും. ആ രീതി നമ്മൾ എത്ര വർഷം കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ 27 വയസ്സത്തോളമായി. അപ്പോൾ ആ 27 വർഷമായിട്ട് ബ്രഷ് ചെയ്യുന്ന ടൈമിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇനാമൽ എന്തായാലും തേയും. നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചാണ്. ചിലർ നല്ല ബലത്തിൽ ബ്രഷ് ചെയ്യുന്ന ഒത്തിരി നമ്മുടെ സ്റ്റുഡൻസിന് ഒരു 17 വയസ്സ് 18 വയസ്സ് 19 വയസ്സുള്ള പിള്ളേരൊക്കെ വരും. ഈ കാനഡയ്ക്ക് പോകുന്നതിനൊക്കെ മുന്നേ അല്ലെങ്കിൽ UK പോകുന്നതിന് മുന്നേ അവർ പല്ലടയ്ക്കാൻ വേണ്ടി വരും. എക്സ്പെൻസീവ് ആയതുകൊണ്ട്. അപ്പോൾ സാർ എനിക്ക് കറക്റ്റ് നമ്മളെ പല്ല് തേക്കേണ്ട ഒരു മെത്തേഡ് ഒന്ന് പറഞ്ഞുതരും. ഓക്കെ, പല്ല് തേക്കേണ്ട മെത്തേഡ്, നമ്മൾ പല്ല് തേക്കേണ്ട മെത്തേഡ് പറയുമ്പോൾ ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, ഇത് 2 കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതലും ഫ്ലൂറൈഡ് കണ്ടന്റ് കൂടിയ പേസ്റ്റുകൾ, പിന്നെ പൊട്ടാസ്യം നൈട്രേറ്റ്, സ്ട്രോൺഷ്യം, ഇങ്ങനെയുള്ള അളവുകൾ, ഇതിൻ്റെ കണ്ടൻസ് ഒക്കെ കൂടുതലുള്ള പേസ്റ്റ് നോർമൽ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. സാധാരണ ആളുകൾക്ക് അത് മനസ്സിലാവില്ല, നമ്മളങ്ങനെ പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ ടൂത്ത് പേസ്റ്റുകൾ അത് ചിലപ്പോൾ കാണാൻ പറ്റും, ഫ്ലൂറൈഡ് കണ്ടന്റ് കൂടിയ കുറേ പരസ്യങ്ങളുണ്ടല്ലോ പാക്കറ്റിലുണ്ടാവും. അപ്പോൾ അത് നോക്കി മേടിക്കുക. സെൻസിഡൈൻ, അതെ അതുള്ള ആ കണ്ടന്റ് ഉള്ളത് മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് നമ്മുടെ ടൂത്തിൽ കേട് വരാതിരിക്കാൻ കൂടുതൽ ഗുണം ചെയ്യും. അങ്ങനത്തെ ഇനി നമ്മൾ ടൂത്ത് ബ്രഷ് ചെയ്യേണ്ട, ഇപ്പം ബ്രഷിന്റെ മീഡിയം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതാണ് സെലക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടത്. അതെ. അപ്പോൾ ഇനി ബ്രഷ് ചെയ്യേണ്ട ടെക്നിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമൽ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക, ഒരു ബ്രഷ് എടുത്തിട്ട് ബ്രഷിന്റെ മേലേക്ക് നേരെ ഒരു വലിയ പീസ് ടൂത്ത് പേസ്റ്റ് വെക്കും, എന്നിട്ട് നേരെ പണ്ട് സുരേഷ് ഗോപി ഏതൊരു ഫിലിം ഉണ്ട്, ഏതെങ്കിലും ഓർമ്മയില്ല, എനിക്ക് ശരിക്കും ഇൻഫ്ലുവൻസ് ആയി. ഓനെ എങ്ങനെ വെച്ചാൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്താലും ഇങ്ങനെ ഒറ്റ നീക്കില്ല, ഫുൾ ബ്രഷിനോട് നേരെ എടുത്ത് തേക്കും, വായിൽ ഫുള്ള് നമുക്ക് ആ ഒരു പത വരണം. അങ്ങനൊന്നല്ല, ഇല്ലില്ല, ഒരിക്കലില്ല. അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ കിങ് ലെയറിൽ മറ്റേ ട്യൂബിന്റെ സൈസ് കുറച്ച് സൈസ് കൂട്ടി ആ ഒരു എഫക്റ്റാ. അത് ശരിക്കും അത്രയും വലിയ സൈസ് പരസ്യത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മളും അങ്ങനെ തന്നെ സൈസ് എടുത്ത് പോവാം. അപ്പൊ കൂടുതൽ പേസ്റ്റ് ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് അങ്ങനെ നമ്മൾ ഒഴിച്ചത് കൊണ്ട് അല്ലെങ്കിൽ വെച്ചത് കൊണ്ട് നമ്മൾ വായിലേക്ക് വെക്കുമ്പോൾ കൂടുതൽ ഏതെങ്കിലും സൈഡിലേക്ക് അതങ്ങ് പോകും, പിന്നെ നമുക്ക് ബ്രഷ് ചെയ്യുമ്പോൾ അത് കിട്ടില്ല. കൂടുതലും ശരിക്കും ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഷിന്റെ ബ്രിസിൽസ്, അതായത് ആ നാരുകളുടെ ഇടയിലേക്ക് ഇത് ചേർത്ത് വെച്ചിട്ട് ഞെക്കണം, കുത്തി നമ്മളത് ചേർത്ത് വെക്കണം. പേസ്റ്റിന്റെ ലിഡ് നേരെ ചേർത്ത് വെച്ചിട്ട് ഞെക്കണം. ഞെക്കി കഴിയുമ്പോൾ ബ്രിസിൽസിന്റെ ആ നാരിന്റെ ഇടയിലേക്ക് ഇതിങ്ങനെ നേരെ കയറിക്കോളും. അപ്പൊ അതിന്റെ അകത്തായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. പിന്നെ ബ്രഷ് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് പതഞ്ഞു വന്നോളൂ. ഈ കാർ വാഷ് ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്, അവര് ഓയിൽ ഒഴിക്കുന്നത് ഈ ബ്രഷിലേക്ക് ഒഴിച്ചിട്ടാണ് കഴുകുന്നത്. ഒരിക്കലും അതിന്റെ മേലേക്ക് ചുമ്മാ ഒഴിച്ച് കഴുകുകയല്ല, അതിനകത്തേക്ക് കറക്റ്റ് ഫ്ലോ ചെയ്തു നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ. പിന്നെ ബ്രഷ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ചെയ്യുന്നത്, നമ്മൾ പണ്ട് മുതൽ ചെയ്തു വരുന്നതും നേരെ, അതായത് ഹോറിസോണ്ടലായിട്ടുള്ള ഈ ബ്രഷിംഗ് ആണ് എല്ലാവരും ചെയ്യുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെയല്ല ബ്രഷിങ് ചെയ്യേണ്ടത്, വെർട്ടിക്കലും ഹൊറിസോണ്ടലും അല്ല ചെയ്യേണ്ടത്. ശരിക്കും ശരിക്കും സ്ലാൻഡിങ് പൊസിഷനിൽ, അതിൽ കുറച്ചിങ്ങനെ ചിരിച്ചു വെക്കണം പല്ല്. ബ്രസിൽസിന്റെ ഹാഫ്, അതായത് നാരിന്റെ പകുതി മോണയിലും ബാക്കി പകുതി പല്ലിലും നിൽക്കണം. അങ്ങനെയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇത് പല്ലാന്നാണെങ്കിൽ നമ്മൾ ബ്രഷ് വെക്കുമ്പോൾ ബ്രഷിന്റെ ഹാഫ് നാര്, പകുതി നാര് മോണയിലേക്കും വന്നം, പകുതി നാര് പല്ലിലേക്കും വന്നം. എന്നിട്ട് മീളിലേക്കും താഴത്തേക്കും ബ്രഷ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കോമൺലി പണ്ട് മുതലേ ഇങ്ങനെ ശീലമാണ്. നമ്മളിപ്പം അത് പഠിപ്പിച്ചു റൗണ്ടിലും തേക്കണം. പല ടൈപ്പ് മൂവ്മെന്റ്സ് ഉണ്ട്, ചാർട്ടഡ് മൂവ്മെന്റ്, ബാസ് മൂവ്മെന്റ്, മോഡിഫൈഡ് ബാസ് മെത്തേഡ്, ഇങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും ഉപയോഗിക്കേണ്ട മെത്തേഡ് ഇത്തരത്തിലാണ്. നമ്മൾ ഹാഫ് ടൂത്തിലും വെച്ചിട്ട് ചിരിച്ച് 45 ഡിഗ്രി ആംഗിളിൽ ചിരിച്ച് വെച്ച് നമ്മളിങ്ങനെ മേളിലേക്ക് ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഫസ്റ്റ് ഒരു മാസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളിങ്ങനെ ചെയ്ത് പഠിച്ച്. അപ്പോൾ ആരും ചെയ്യാറുമില്ല, അത് കണ്ടിന്യൂ ചെയ്യാനും പലരും മടിക്കുന്നതും അതിൻ്റെ ഒരു മെത്തേഡ് അങ്ങനെ ആയതുകൊണ്ട്. പക്ഷേ മോസ്റ്റ് എഫക്റ്റീവ് അതാണ്. കാരണം മോണയ്ക്ക് ഒരു മസാജ് കിട്ടും, മോണ ഹെൽത്തിയോ, മോണയുടെ അകത്തുള്ള മോണയുടെ അകത്തോട്ട് കയറി പോകും. ഇല്ലില്ല, ആ മോണയുടെ അകത്തേക്ക് മീൻസ് മോണയുടെയും പല്ലിന്റെ ഇടയിലുള്ള സ്പേസിലേക്ക് കയറും, അതിന്റെ അകത്തുള്ള ഫുഡിനെ എടുത്തോളൂ. ഒരിക്കലും മോണയുടെ അകത്തേക്ക് കയറില്ല. ഇല്ലില്ല, ഒരിക്കലും അങ്ങനത്തെ വേദന ഉണ്ടാവില്ല. വേദന ഉണ്ടെന്നാണെങ്കിൽ അതെ, ആദ്യത്തെ ഇറിറ്റേഷൻ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴായാലും ഒരു ഇറിറ്റേഷൻ ഉണ്ട്. പക്ഷെ അത് ആ മെത്തേഡ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഗുണം നമ്മുടെ വായിലുണ്ടാവും. ഈ കേരീസ് ഉണ്ടാവും. എൻ്റെ ഒറ്റപ്പല്ലും അടച്ചിട്ടില്ല അല്ലേ, നമുക്ക് ഈ മെത്തേഡ് അറിയില്ലായിരുന്നു. അതെന്തുകൊണ്ടാണ് ഒറ്റപ്പല്ലും അടയ്ക്കാത്തതെന്ന് അറിയില്ല. BDS പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം നമുക്ക് അറിയില്ല, അതുവരെ ആരും നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പല ക്യാമ്പുകളും നമ്മൾ നടത്തുമ്പോൾ ഈ ബ്രഷിംഗ് മെത്തേഡ് നമ്മൾ മോഡൽസ് വെച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. പേഷ്യൻസിനും വരുന്ന ആളുകൾക്കെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്.
അപ്പോൾ ശരിക്കും വേണ്ടിയത് നമ്മൾ നാരിൻ്റെ അകത്തേക്ക് പേസ്റ്റ് ഇറക്കി വെച്ചിട്ട് 45 ഡിഗ്രിയിൽ വെച്ചിട്ടാണ് പല്ല് തേക്കേണ്ടത്. റോളിംഗ് മോഷൻ. എത്ര മിനിറ്റ് നമ്മൾ മിനിമം തേക്കണം? മിനിമം 2, മാക്സിമം 2 മിനിറ്റ്. മാക്സിമം 2 മിനിറ്റ് മതി. ഒരു കാര്യമില്ല, നമ്മൾ 2 നേരം ഏതായാലും പല്ല് തേക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിനിമം അല്ലെങ്കിൽ മാക്സിമം നമ്മൾ 2 മിനിറ്റ് തേച്ചാൽ മതി. നമ്മൾ കൂടുതൽ നേരം തേച്ചുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവും, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, ഈ പേസ്റ്റ് നമുക്ക് പല ടൈപ്പ് ഇല്ലേ? കുറച്ച് അതായത് പേസ്റ്റ് ടൈപ്പും ഉണ്ട്, ജെല്ല് ടൈപ്പും ഉണ്ട്. ഇതിലേക്ക് നല്ലത് ഏതാ? ഇപ്പോൾ രണ്ടും നല്ലതാണ്. പേസ്റ്റും ജെൽ ടൈപ്പും നല്ലതാണ്. കണ്ടന്റ് ആണ് ഇമ്പോർട്ടന്റ്. കണ്ടന്റ്, അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് ആണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ്. കണ്ടന്റ്സ് ഒന്നും കൂടി പറയാൻ പറ്റും. കണ്ടന്റ്സ് നമുക്ക് പൊട്ടാസ്യം നൈട്രേറ്റ്, സ്ട്രോൺഷിങ് കണ്ടന്റ്, ഫ്ലൂറൈഡ് കണ്ടന്റ്, ഈ 3 കണ്ടന്റും ആണ് ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. പക്ഷേ ഇത് നമ്മൾ കണ്ടൻസ് പേസ്റ്റിൽ ഉപ്പുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഫ്ലൂറൈഡ് കണ്ടന്റ് ആണ് മെയിൻ. നമ്മൾ കുട്ടികൾക്കൊക്കെ കൂടുതലും ഫ്ലൂറൈഡ് കണ്ടന്റ് കൂടിയ പേസ്റ്റ് വെച്ച് പല്ല് തേക്കണം. കാരണം അവരുടെ നമ്മൾ ഈ കോമൺലി കാണുന്ന പല ബ്രാൻഡുകളുണ്ടല്ലോ, അതിലൊക്കെ ഇതുണ്ടോ? കോൾഗേറ്റ്, സെൻസോഡൈൻ, ഷൈൻ എന്ന് പറയുന്ന ടൂത്ത് പേസ്റ്റുകളിലൊക്കെ സെൻസോഡൈൻ ഒക്കെ കുറച്ചുകൂടി എക്സ്പെൻസീവ്. അപ്പോൾ കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ കോൾഗേറ്റിനൊക്കെ ചെറിയ റേറ്റിൽ വരുന്നുള്ളൂ. ഉണ്ട്, കോൾഗേറ്റിന്റെ ഈ ഫ്ലൂറൈഡ് ആക്ടിവിറ്റി ഉള്ളതിനൊക്കെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ പേസ്റ്റ് ആണ് നല്ലത്. നമ്മളിപ്പോൾ പറയുന്നത് റേറ്റ് കൂടിയ സാധനങ്ങളാണ്, ബ്രാൻഡഡ് സാധനങ്ങളാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറയുന്ന പോലെ തന്നെ റേറ്റ് കൂടിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുകയാണെന്നാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതായത് എക്സ്പെൻസ് ഉള്ള ഒരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് എക്സ്പെൻസ് ട്രീറ്റ്മെന്റ് ഒഴിവാക്കി കളയാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് നോർമൽ ടൂത്ത് പേസ്റ്റ് മേടിക്കുമ്പോൾ 50 രൂപയ്ക്ക് കിട്ടുന്നത് 100 രൂപ ആവും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ സാർ, അപ്പോൾ നമ്മൾ പല്ല് തേക്കുന്നതായിട്ട് പറഞ്ഞത് നമ്മൾ പരസ്യം കാണുന്നുണ്ട് ഡെയിലി നമ്മൾ മൗത്ത് വാഷ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ശരിക്കും മൗത്ത് വാഷ് നല്ലതാണ്? മൗത്ത് വാഷ് ശരിക്കും ഒരു എക്സ്റ്റെന്റ് വരെ നല്ലതാണ്. ശരിക്കും അതായത് കോൺസെൻട്രേഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെന്നാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നാണെങ്കിൽ നല്ല ഒരു മെറ്റീരിയലാണ് സംഭവം. സൈലിറ്റോൾ കറക്റ്റ് ആയിട്ട് അളവിലുള്ള ഒരു സൈലിറ്റോൾ എന്ന് പറയുന്ന കണ്ടന്റ്, കെമിക്കൽ കൂടുതലായിട്ടുള്ള, അല്ലെങ്കിൽ ക്ലോറക്സിഡിൻ എന്ന് പറയും, ഇങ്ങനത്തെ മൗത്ത് വാഷസ് ആണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിന്റെ കോൺസെൻട്രേഷൻ കറക്റ്റ് ആയിരിക്കണം. വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അതെ, അതിന്റെ കറക്റ്റ് അതിന്റെ മെക്കാനിസം എഴുതിയിട്ടുണ്ടാവും. അതായത് വെള്ളം ഒഴിച്ച് നമുക്ക് ചെയ്യാവുള്ളൂ. കാരണം അത് ഹൈ കോൺസെൻട്രേഷൻ ആയിട്ട് വരുന്നത്, ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. അത് നമ്മുടെ ഇനാമിൽ ചിലപ്പോൾ ഹാംഫുൾ ആയിട്ട് വരാം. അത് ആസിഡ് കണ്ടന്റ് ഇച്ചിരി കൂടിയൊരു എലമെന്റ് ആണ്. നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കോൺസെൻട്രേഷൻ ഒന്ന് ഡൈലൂട്ട് ചെയ്ത് മൗത്ത് വാഷ് യൂസ് ചെയ്തിട്ട് ഇത്ര ടൈമിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് നോർമൽ ബ്രഷിംഗ് ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ബ്രഷ് ചെയ്തതിന് ശേഷം ഓടിപ്പോയി ഫുഡ് കഴിക്കരുത്. കാരണം കുറച്ച് ആ എഫക്റ്റ് കുറച്ച് നേരം അവിടെ ഇരിക്കണം. നമ്മളിപ്പോൾ മരുന്ന് കഴിച്ചാൽ, ഇപ്പോൾ ഗ്യാസിൻ്റെ ഗുളിക കഴിച്ച് കഴിയുമ്പോൾ അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കഴിക്കാവുള്ളൂ എന്ന് പറയണ പോലെ തന്നെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് നേരം ആ ഒരു എഫക്റ്റ് അവിടെ നിൽക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ സാർ, നമ്മൾ ഒരു സാധാരണക്കാരൻ, ഇപ്പോൾ ഈ പല്ലിനെ പറ്റി അത് കോമൺ ആയിട്ടൊന്നും അറിയില്ല, അപ്പോൾ പഠിച്ചു വരുന്നുള്ള എല്ലാവരും ഒരു സാധാരണക്കാരൻ എന്നുള്ള ലെവലിൽ അവരവരെ പല്ലിന് ഏത് രീതിയിലാണ് ശരിക്കും കെയർ ചെയ്യേണ്ടത്? ഒരു ബേസിക് തൊട്ടിട്ട്, അതായത് ആദ്യം മുതൽ അവനവനിപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പല്ലിങ്ങനെ ട്രീറ്റ് ചെയ്യണം, പല്ലിന് ഇത്ര ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു വ്യക്തി ഇനി മുതൽ പല്ലിനെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ ഒരു വായ മൊത്തം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ, ഇപ്പോൾ സാർ പറഞ്ഞ പേസ്റ്റ് മുതൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഏത് എൻഡ് വരെ ശ്രദ്ധിക്കണം, അതൊന്ന് പറയാൻ പറ്റും? അതായത് നമ്മൾ ഒരു നോർമലായിട്ടുള്ള ഒരാൾ ജനിച്ച് വരുമ്പോൾ തന്നെ അവരുടെ പേരൻസ് വഴി തന്നെ എഡ്യൂക്കേറ്റ്, അതായത് പേരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ ആ ചൈൽഡ് അങ്ങനെ തന്നെ വളർന്നു വന്നു, കുട്ടി അങ്ങനെ തന്നെ വളർന്നു വന്നു. അപ്പോൾ കുട്ടി ആ രീതിക്ക് നല്ല ബ്രഷിങ് ചെയ്ത് വളർന്നു വരികയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ 2 ടൈംസ് നമ്മൾ 2 നേരം പല്ല് തേച്ച് ഈ മെത്തേഡൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തു വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പല്ലിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പിന്നെ ചില അഡ്വാൻസ്ഡ് മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്താ പറയുന്നത്, ഫ്ലോസ്, ഡെന്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു വള്ളിയാണ്, ഒരു ടോയിൻ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് വാക്സ് കണ്ടന്റ് ഉള്ള ഒരു ടോയിനാണ്. അപ്പോൾ പല്ലിൻ്റെ ഇടയിലൊക്കെ ബ്രഷ് കയറാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കൂടുതലും കഴിക്കുമ്പോൾ മീറ്റ് കണ്ടന്റ് ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ പല്ലിൻ്റെ ഇടയിൽ കയറിയിരിക്കുക, നമ്മൾ ടൂത്ത് പിക്ക് ഇട്ട് ഊത്തുക, ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ടൂത്ത് പിക്ക് യൂസ് ചെയ്യരുത്, ടൂത്ത് പിക്കിന് പകരം ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂത്ത് പിക്കിന് പകരമാണ് നമ്മൾ ഈ ഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കേണ്ടത്. അത് ഒരു വള്ളിയാണ്. അപ്പോൾ നേരെ അകത്തേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ പൊക്കി 2 മൂവ്മെന്റ് നടത്തി കഴിഞ്ഞ് ഇങ്ങനെ താഴത്തേക്ക് വലിച്ചാൽ അതിൻ്റെ അകത്തുള്ള കണ്ടൻസ് മൊത്തം പോകുന്നുള്ളൂ. പകരം ഈ ടൂത്ത് പിക്ക് ഉപയോഗിച്ചാൽ, ടൂത്ത് പിക്ക്, പിന്ന്, പെൻസില്, പേന, തെളിയാത്ത പേനയുടെ നിബൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അറിയാൻ പാടില്ല ഞാൻ ചേട്ടാ. അപ്പോൾ അതെന്താ അങ്ങനെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിലെ മിക്ക സംഭവങ്ങൾക്കും, നമ്മുടെ ബോഡിയല്ല, നമ്മുടെ നേച്ചർ, നമ്മുടെ ഭൂമി തന്നെ നോക്കിയപ്പോൾ, നമ്മൾ ഒരു പുല്ല് നിറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തേക്കൂടെ തന്നെ നടന്നു കഴിഞ്ഞാൽ ആ സൈഡിലെ പുല്ല്, ആ വശത്തെ പുല്ല് 2 സൈഡിലേക്കായിട്ട് മാറും. ആ ഏരിയയിൽ പുല്ലുണ്ടാവില്ല, 2 സൈഡിൽ മാത്രം പുല്ലായിട്ട് വരും. കാരണം ഇറിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരിക. അപ്പോൾ ആ ഏരിയയിലുള്ള പുല്ല് വളർച്ച നിൽക്കും. അതുപോലെയാണ് നമ്മളിപ്പം 2 പല്ലിൻ്റെ ഇടയിലുള്ള മോണയിലേക്ക് നിരന്തരമായിട്ട് നമ്മൾ ഈ ടൂത്ത് പിക്ക് വെച്ച് കുത്തുമ്പോൾ ഈ മോണയ്ക്ക് ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ മോണ എന്ത് ചെയ്യും, സേഫ് ആയിട്ടുള്ള ഏരിയ അല്ലാന്ന് വിചാരിച്ച് പയ്യെ താഴത്തേക്ക് ഇറങ്ങി വരും. താഴത്തേക്ക് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ പല്ലിനോട് ചേർന്ന്, ഇപ്പം
പല്ലിനോട് മുട്ടി നിൽക്കുന്ന മോണ ഇറിറ്റേഷൻ വന്നു കഴിയുമ്പോൾ മോണ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ പല്ല് എക്സ്പോസ് ആവും, പല്ല് പിന്നെ പയ്യെ ആടാൻ തുടങ്ങും. അതാണ് ഇഷ്യൂ തന്നെ. മോണ ഇറങ്ങിപ്പോയിട്ടാണ് പല ഇഷ്യൂസും വരിക. ഷുഗർ പേഷ്യൻസിനാണ് കൂടുതൽ അത് വരിക. പിന്നെ വരുന്നത് ഈ ടൂത്ത് പിക്ക് കൂടുതലായിട്ട് മിക്കവരും യൂസ് ചെയ്യും. നമ്മൾ എത്ര പറഞ്ഞാലും അത് അതെ അങ്ങനെയാണ് ശീലം, അതാണ്. അപ്പോൾ അങ്ങനെ സ്പേസിങ് വരാനും സാധ്യതയുണ്ട്. ചിലർ ഈ ഫ്രണ്ടിൽ കുത്തുന്നവരുണ്ട്, അവരെ നോക്കിക്കോ, അവരുടെ ഫ്രണ്ടിൽ ഒരു ബ്ലാക്ക് ട്രയാങ്കിൾ ഫോം ചെയ്യും. അതായത് 2 പല്ലിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാവും. അതായത് കുത്തി ഇറിറ്റേഷൻ ചെയ്യുന്ന പല്ല് മൂവ് ചെയ്യും, മോണയും മേളിലേക്ക് മൂവ് ചെയ്യും. അതാണ് ഇഷ്യൂ വരിക. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ടൂത്ത് പിക്ക് യൂസ് ചെയ്യാൻ ഫ്ലോസ് യൂസ് ചെയ്യുക. പിന്നെ ബ്രഷിംഗ് ടെക്നിക്ക് നമ്മൾ പറഞ്ഞല്ലോ, ബ്രഷിംഗ് ടെക്നിക്ക് 45 ഡിഗ്രി ആംഗിളിൽ റോളിംഗ് മോഷനിൽ ചെയ്യുക. പേസ്റ്റിൻ്റെ കണ്ടന്റ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക, അളവ് കുറച്ച് ഉപയോഗിക്കുക. കുറച്ച് പേസ്റ്റ് ഒരു കാര്യമില്ല. പിന്നെ ടൈം മാനേജ് ചെയ്യുക. നമ്മൾ 2 മിനിറ്റ് അതൊക്കെ മതി. കൂടുതൽ നേരം ബ്രഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കൂടുതൽ നേരം ബ്രഷ് ചെയ്യുമ്പോൾ കൂടുതൽ ഇനാമലാണ് നമ്മൾ ശരിക്കും ക്ലീൻ ചെയ്യുമ്പോൾ ഇനാമൽ പോകുമെന്ന് പറയുന്ന ആൾക്കാരാണ് ഈ ബ്രഷ് ചെയ്യുമ്പോൾ ഭയങ്കര ബലത്തിൽ ബ്രഷ് ചെയ്യുന്നത്. അതെ, ഏറ്റവും കൂടുതൽ പോകുന്നത് അങ്ങനെയാണ്, ബ്രഷ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതായത് സോഡ, കൂൾ ഡ്രിങ്ക്സ്, കളറിങ് ഡ്രിങ്ക്സ്, സ്പ്രൈറ്റ്, അങ്ങനത്തെ ഉള്ള കമ്പനികളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രിങ്ക് ഐറ്റംസ് മാക്സിമം നമ്മൾ ഒഴിവാക്കുക. ചായ എല്ലാ ഡ്രിങ്ക്സും നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഇനി ഒഴിവാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചോ, നമ്മൾക്ക് ചായ ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയെന്ന് വരില്ല. ഈവൻ ചായ ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ചായ കുടിച്ചതിന് ശേഷം വായ കഴുകിയേക്കുക, വേഗം കഴുകുക. നമ്മൾ വായിൽ വെച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക. നമ്മൾ സോഡ അതെ അതിൻ്റെ ആ കണ്ടന്റ് അവിടെ ഒത്തിരി നേരം ഇരിക്കരുത്. ഇപ്പം നമ്മൾ സോഡ കുടിച്ചു കഴിഞ്ഞാൽ സോഡയുടെ ആ കണ്ടന്റ് പല്ലിൽ ഇരിക്കും. അത് അപ്പം തന്നെ നമ്മൾ പോയി കഴുകി കഴിഞ്ഞാൽ ഓക്കെ, അത് വാഷ് ഔട്ട് ആയി പോകും. ഇല്ല, അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവും. അതാണ് കേരീസിലേക്ക് അല്ലെങ്കിൽ കേടിലേക്ക് സ്റ്റാർട്ടിങ് ആയിട്ട് വരുന്നത്. പിന്നെ ഷുഗർ കണ്ടന്റ് കൂടിയ ഫുഡ് കഴിക്കുന്നതുകൊണ്ട്, അത് ഫുഡ് കഴിച്ചു എന്ന് വിചാരിച്ച പ്രശ്നം വരില്ല, ഫുഡ് എത്ര നേരം പല്ലിൽ ഇരിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഇഷ്യൂ. എല്ലാ ഇഷ്യൂസ് അങ്ങനെ വരുന്നത്. നമ്മളിപ്പോൾ എത്ര ക്യാൻഡീസ് നമ്മൾ കഴിച്ചു എന്ന് വിചാരിച്ചാൽ നമുക്ക് കേടൊന്നും വരില്ല. പക്ഷേ ക്യാൻഡീസ് അല്ലെങ്കിൽ മിഠായി കഴിച്ചതിന് ശേഷം നമ്മൾ വാ ക്ലീൻ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടാവും. അവിടെ ബാക്ടീരിയ വരും. എവിടെ ഷുഗർ ഉണ്ടോ, ഷുഗർ കണ്ടന്റ് ഉണ്ടോ, അവിടെ ഉറപ്പാണ് ബാക്ടീരിയാസ് വന്നിരിക്കും. ബാക്ടീരിയ വന്നാൽ അവിടെ പിന്നെ ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇനാമൽ പയ്യെ കട്ട് ഓഫ് ചെയ്ത് പോകും. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കണ്ട. ഇത് സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മളെ മിസ്കോൺസെപ്റ്റ് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലേ. അപ്പം ഹാർട്ട് അറ്റാക്ക് വരെ വന്ന് മരിക്കാൻ ചാൻസ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഈ പല്ല് എന്ന് പറയുന്നത്. സാർ പല്ല് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഈ ഇലക്ട്രോണിക് ബ്രഷ് വന്നിട്ടുണ്ട്. അത് നല്ലതാണ്. കാരണം ഈ മൂവ്മെന്റ് ഓൾറെഡി അതിനകത്ത് പ്രോഗ്രാംഡാണ്, നമ്മൾ ചെയ്യേണ്ട. നമ്മൾ കൈകൊണ്ട് നമ്മളിങ്ങനെ വെച്ചു കൊടുത്താൽ മതി, അത് തന്നെ മൂവ് ചെയ്തോളൂ. നല്ലതാണ്. പക്ഷേ കോസ്റ്റ്ലി ആണ്, പലർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ബെറ്ററാണ്. കാരണം അത് കറക്റ്റ് ആയിട്ട് മൂവ്മെന്റ്സ് എന്നത് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുക. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാം, മൂവ് ചെയ്ത് കൊടുത്താൽ മതി. അതനുസരിച്ചുള്ള മോഷൻസ് ഒക്കെ അത് നടത്തിക്കോളും. വേറെ ഒന്നും നമുക്ക് ചെയ്യാം. പിന്നെ സാർ, നമ്മൾ ഈ അധികം ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ് പേടിച്ചിട്ട് വരുന്നില്ല എന്നുള്ളത്. ഈ പല്ല് പോയി കഴിഞ്ഞാൽ ഇത് ഈ ഒരു പേടി കാരണം പല ആൾക്കാർ വരാണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ ക്ലിനിക്കിലേക്ക് വരുന്നില്ല. ഈ പല്ല് പോയിട്ടും ആ ഒരു ഗ്യാപ്പ് അവിടെ വെച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായി മാറും, വലിയ പ്രശ്നങ്ങൾ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ ടൂത്തും എല്ലാ പല്ലുകളും മുട്ടിയിരിക്കുന്നത്, അടുത്തടുത്തായിട്ടിരിക്കുന്നത്. ഒരു ഫ്രണ്ട്ലി എൻവയോൺമെന്റിൽ അവരിയ്ക്കുക. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്നിരിക്കുന്ന ഒരു പല്ല് അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് ഫീൽ ചെയ്യും. അപ്പോൾ തൊട്ടപ്പുറം ഇരിക്കുന്ന 2 പല്ലുകൾ പയ്യെ മൂവ് ചെയ്യാൻ തുടങ്ങും, സ്പേസിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പയ്യെ മൂവ് ചെയ്യാൻ തുടങ്ങും. കാരണം അവരുടെ സൈഡിലുണ്ടായിരുന്ന ആ ഒരു ഹിൻഡ്രൻസ്, അത് പിടിച്ചു വെച്ചായിരുന്ന ഒരു സംഭവം അങ്ങ് മാറിപ്പോയി. അപ്പോൾ അവർ പയ്യെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. 2 സൈഡിൽ നിന്ന് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ തൊട്ടപ്പുറം പല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് വരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പ് വരും എല്ലാ പല്ലുകൾക്കും. അപ്പം ഗ്യാപ്പ് വരുന്നത് മാത്രമല്ല, ഈ മൂവ് ചെയ്യുന്ന പല്ല് ചിലപ്പോൾ നേരെ ആയിരിക്കില്ല മൂവ് ചെയ്യുക, അവരിങ്ങനെ ചെരിഞ്ഞായിരിക്കും മൂവ് ചെയ്യുക. ചെരിഞ്ഞ് മൂവ് ചെയ്യുമ്പോൾ മോണയിൽ നിന്ന് പല്ലുകൾ പയ്യെ ഊരി വരാൻ സാധ്യതയുണ്ടാവും. ഗ്രാജുവലി പല്ല് പയ്യെ ലൂസ് ആവാൻ തുടങ്ങും. ഏറ്റവും വലിയ പ്രശ്നം അതല്ല. ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ കടി നോക്കുക. നമ്മുടെ 2 പല്ലിന് കടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പല്ലങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഈ തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒപ്പോസ് ചെയ്യുന്ന ടൂത്ത് നേരെ മേളിൽ നിൽക്കുന്നത്. ഇപ്പോൾ താഴത്തെ ഒരു അണപ്പല്ലാണ് പോയേക്കുന്നെങ്കിൽ അതിന് ഒപ്പോസ് ചെയ്യുന്ന മേളിലൊരു അണപ്പല്ലുണ്ടാവും. ആ അണപ്പല്ലിന് കൂട്ടിമുട്ടാൻ ആളുണ്ടാവില്ല. അപ്പോൾ ആ പല്ലിൻ്റെ താഴത്തേക്ക് മൂവ് ചെയ്ത് വരും. അതായത് അവിടെ ഇരുന്ന ആളെന്ത് ചെയ്യുന്നുള്ള ഒരു പ്രസൻസിൽ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പല്ല് പോവും, ഉറപ്പാണേ പോവും. നമ്മൾ വെക്കണം. നമ്മൾ വെപ്പുപല്ല് വെക്കാതെ കോസ്റ്റ്ലി ആയതുകൊണ്ട് പലരും
പിന്നെ ഇറിറ്റേഷൻ ആയിട്ട് പലരും വെക്കില്ല. കോസ്റ്റ് ഞാൻ അതുപോലെ കേട്ടത് അത് ശരിയാണോ മിത്താണോ എന്ന് എനിക്കറിയാം. നമ്മളെ പല്ല് അങ്ങോട്ട് കൊടുത്ത പൈസ കിട്ടുന്നൊക്കെ ഇല്ലല്ലോ, ഒരിക്കലും. അതായത് നമ്മളെ പല്ല് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓൾറെഡി ഉള്ള പല്ല് അങ്ങോട്ടേക്ക് അവർ വാങ്ങുന്നൊക്കെ ഇല്ല, അങ്ങനെയില്ല. ആ ടൂത്ത് അങ്ങനെ വാങ്ങിയ ടൂത്തും കൊണ്ട് ഉപയോഗമൊന്നുമില്ല. ചിലര് ആക്സിഡന്റ് പറ്റി പല്ല് ചാടിയിട്ട് പല്ല് ഇങ്ങനെ ഊരിപ്പോരും ചിലരുടെയൊക്കെ, പെട്ടെന്ന് ഇടിയുണ്ടായിട്ടോ അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയിട്ടോ ഒക്കെ. അതൊരു 20 minutes 1 hourനുള്ളിൽ പ്രത്യേകം സൊല്യൂഷനിലേക്ക് ഇട്ട് കൊണ്ടുവരികയാണെങ്കിൽ സലൈവ, അതായത് നമ്മുടെ തുപ്പലം അല്ലെങ്കിൽ പാല് അതിലൊക്കെ ഇട്ട് കൊണ്ടുവരികയാണെന്നാണെങ്കിൽ നമുക്ക് തിരിച്ച് ഇൻസേർട്ട് ചെയ്ത് അത് കറക്റ്റ് അലൈൻ ചെയ്ത് കൊടുക്കാം. അതെ, അലൈൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്രാജുവലി അത് നല്ലോണം പിടിച്ച് വരികയാണെങ്കിൽ ഓക്കെ, ഇല്ലെന്നാണെങ്കിൽ റൂട്ട് കനാൽ ചെയ്ത് നിർത്തിയാൽ മതി, കറക്റ്റായിട്ട് കൊടുക്കാം. പക്ഷേ 1 hour ചെയ്ത് കഴിഞ്ഞിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഈ സൊല്യൂഷൻസിലൊന്നും ഇട്ടിട്ടല്ല വരുന്നതെങ്കിൽ ഒരിക്കലും നമുക്കത് തിരിച്ച് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അതെ. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് നമ്മളെ ശരീരത്തിലുള്ള ബാക്കി എല്ലാത്തിനും കൊടുക്കുന്ന സെയിം ഇമ്പോർട്ടൻസ് നമ്മളെ പല്ലിന് കൊടുക്കണം. നമ്മുടെ ഫസ്റ്റ് എൻട്രൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവയവം ഇതാ, ഇവിടെ നിന്ന് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടെയാണ് സ്റ്റാർട്ടിങ് നമ്മളൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് നടത്തുന്നതെങ്കിൽ നമ്മുടെ അകത്തുള്ള എല്ലാ അവയവങ്ങൾക്കും അത് നല്ലൊരു കുറഞ്ഞു കിട്ടും, നല്ലൊരു ഗുണം ചെയ്യും, നല്ല ഗുണം ചെയ്യും. നമ്മൾ കഴിക്കുന്ന ഫുഡ് കൺട്രോൾ ചെയ്യുക, നമ്മൾ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ബ്രഷിങ് കറക്റ്റായിട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ഓർഗൻസിനെല്ലാം അതൊരു നല്ലൊരു എഫക്റ്റ് ഉണ്ടാക്കും. അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ ഹാംഫുൾ എഫക്റ്റും ഉണ്ടാക്കും. അതാണ് പ്രശ്നം. സോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പോഡ്കാസ്റ്റ് എനിക്ക് പേഴ്സണലി ഒരുപാട് കാര്യങ്ങൾ പുതിയ അറിയാൻ പറ്റി. ഇപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഹാർട്ട് അറ്റാക്ക് വരെ എത്താൻ ചാൻസ് ഉണ്ടെന്നുള്ളത്, പിന്നെ നമ്മൾ രാവിലെ തേക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് രാത്രി തേക്കുന്നതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ സാറ് കാരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിവേസ് നമ്മൾ ഈ ഒരു TNS പോഡ്കാസ്റ്റിൽ സാറ് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഇനിയും മറ്റൊരു വീഡിയോയിൽ എന്തായാലും ചെയ്യാൻ പറ്റട്ടെ, കൂടുതൽ കാര്യം ഡെപ്ത് നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റുമെന്ന് ആഗ്രഹമുണ്ട്. എനിവേസ് ഈ ഒരു പോഡ്കാസ്റ്റിന് സാറ് വന്നതിൽ ഒരുപാട് ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. പോഡ്കാസ്റ്റിന് എന്നെ വിളിച്ചതിനും വളരെ സന്തോഷം. താങ്ക് യു സർ. താങ്ക് യു. നല്ല ഫ്രീലി ആയിട്ട് നമുക്ക് മിണ്ടാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. ഓക്കെ സർ. എനിവേസ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.